എടി മിന്നൂസേ, നീ എഴുന്നേൽക്കുന്നുണ്ടോ? അതോ ഞാൻ തലവഴി വന്ന് വെള്ളം ഒഴിക്കണോ? അപ്പുവിൻ്റെ അടുക്കളയിൽ നിന്നുള്ള അലർച്ച കേട്ട് മിന്നു പുതപ്പ് തലവഴി മൂടി തിരിഞ്ഞിടന്നു. സമയം 7 ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ലോ. 8 മണിക്ക് മുമ്പ് കയറിയില്ലെങ്കിൽ ഇന്നത്തെ സാലറിയും പോവും. ഈ ബാംഗ്ലൂർ സിറ്റിയിലെ ബ്ലോക്ക് മാറി ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ എനിക്ക് ഓർക്കാൻ വയ്യ. അപ്പോൾ വീണ്ടും എന്തൊക്കെയോ അടുക്കളയിൽ നിന്നും പിറുപിറുത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് വാതിൽ തുറന്ന് ശ്രീ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു. ബെഡിൽ കിടന്നുറങ്ങുന്ന മിന്നുവിനെ കണ്ടതും അവൾ ഒരൊറ്റ തൊഴി. അയ്യോ എടി, നിനക്ക് നാണില്ലേടി? ഇവളുടെ തൊഴി കിട്ടിയാൽ എന്ന് രാവിലെ എഴുന്നേൽക്കുമെന്ന് വെച്ചാ വല്ല നേർച്ചയും നേർന്നിട്ടുണ്ടോ? അപ്പു വാ പൊത്തി ചിരിച്ചു. ടീ പോയൊരുങ്ങടി, ഞങ്ങൾ 7:30 ഇറങ്ങും. അല്ലേ നീ ഇവിടെ കിടന്നോ? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എങ്ങനെ വരും? അതും പറഞ്ഞു മിന്നു ബ്രഷും എടുത്ത് ബാത്റൂമിൽ കയറി. അല്ലേടി, ഇന്നും അപ്പമാണോ? വെറൈറ്റി ഒന്നും ഇല്ലേ? ആടി, വെറൈറ്റിക്ക് ഞാൻ ഒരു ഡിസ്കോ ഡാൻസ് കൂടി കളിക്കാം, മതിയോ? രാവിലെ എഴുന്നേൽക്കുമല്ല, എന്നിട്ട് എൻ്റെ അപ്പത്തിന് കുറ്റവും. നീ വാ കഴിക്കാൻ, നിനക്ക് ഞാൻ വായിലിട്ട് ഉരുട്ടിത്തരാം. അയ്യേ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, പിണങ്ങല്ല അപ്പൂസേ. മിന്നു ബാത്റൂമിൽ നിന്നും വിളിച്ചു പറഞ്ഞു. തമ്പുരാട്ടി അവിടെ കുളിച്ചോണ്ടിരുന്നു, ഞങ്ങളിപ്പോൾ ഇറങ്ങും. അതിന് അവൾ എന്നാടി നീരാടാറുള്ളത്? എന്ത് ചോദ്യമായിട്ട് ചോദിക്കുന്നേ? ഞാനത് മറന്നു. എന്നാലും അപ്പു മിന്നു പറഞ്ഞ പോലെ അപ്പം വേണ്ടായിരുന്നു, വേറെ വല്ലതും ഉണ്ടാക്കാറുന്നു. എന്നാ നാളെ നിങ്ങൾ രണ്ടും കൂടി അങ്ങ് ഉണ്ടാക്കുക കേട്ടോ. ഭക്ഷണമെല്ലാം മേശപ്പുറത്ത് വെച്ച് അവൾ അതിന് മറുപടിയും നൽകി. ശ്രീ അവളെ ചിരിച്ചു കാണിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഞാൻ റെഡി, മിന്നും കൂടെ ചേർന്നു. പിന്നെ അവിടെ ഒരു മേളമായിരുന്നു. ബാഗ് എടുക്കുന്നു, ഷൂ ഇടുന്നു, വാതിലടയ്ക്കുന്നു, പിന്നെ ഒന്നുകൂടെ വന്ന് അടുക്കളയിൽ പോയി ഗ്യാസ് സിലിണ്ടർ പൂട്ടിയൊന്ന് നോക്കുന്നു. പിന്നെ 3 കൂടി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി ഒരൊറ്റ ഓട്ടമായിരുന്നു. ദേ, ഓടിപ്പോകുന്ന 3 എണ്ണങ്ങളാണ് ഈ കഥയിലെ താരങ്ങൾ: ശ്രേയ, അപർണ, മീര. എന്നാൽ ഇവർ തമ്മിൽ വിളിക്കുന്നത് ശ്രീ, അപ്പു, മിന്നു എന്നൊക്കെയാണ്. 3ഉം LKG തൊട്ടുള്ള കൂട്ടാണ്. +2 കഴിഞ്ഞപ്പോൾ 3 വഴിക്കായി. അതിൻ്റെ സങ്കടം മാറ്റാൻ കോഴ്സ് കഴിഞ്ഞ് റിസൾട്ട് വന്ന പാടെ പെട്ടിയെടുത്ത് ബാംഗ്ലൂരിലേക്ക് ചേക്കേറി. ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് റെൻറ്റിനെടുത്ത് താമസമാണ്. 3നും അവരുടെ ഇഷ്ടം പോലെ ഒരേ ഹോസ്പിറ്റലിൽ ജോലിയും കിട്ടി. പിന്നെ ഒരു കാര്യം, ഇവർ പഠിച്ചത് നഴ്സിംഗ് ആണ് കേട്ടോ. എന്നാ ബാക്കി അല്ലപ്പൂ, നമുക്ക് നേരത്തെ ഇറങ്ങിയാലോ? എന്നിട്ട് പുറത്തുപോയി ഭക്ഷണം കഴിക്കാം. പഞ്ചിങ് മെഷീനിൽ പ്രസ് ചെയ്തുകൊണ്ട് മിന്നു ചോദിച്ചു. പിന്നെ എൻ്റെ കെട്ടിയോൻ ഇവിടുത്തെ ഹെഡല്ലേ, തോന്നുമ്പോൾ ലീവ് തരാൻ. അല്ല പിന്നെ എൻ്റെ ഇന്ന് പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ ഒരു പൂതി. ഒന്നുമില്ല, വെറുതെ ഒരു തോന്നൽ. മിന്നു വാർഡിലേക്ക് ഓടുന്നതിനിടയ്ക്ക് മറുപടി നൽകി. അതുകൊണ്ടല്ലേ എന്നും പറഞ്ഞ് ശ്രീ അവളുടെ മുമ്പിൽ കയറി നിന്നു. മിന്നു നല്ല രീതി പാസ്സാക്കി കൊടുത്തു. എന്താടി ശ്രീ? എടി, ഇന്ന് മുതൽ ഷിഫ്റ്റ് മാറുകയല്ലേ, രാത്രി മുതലുള്ള ഭക്ഷണം മിന്നൂസാണ് ഉണ്ടാക്കേണ്ടത്. എങ്ങനെ മനസ്സിലായി ശ്രീ നിനക്ക്? മിന്നു ശ്രീയുടെ കവിളിൽ കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ കാള വാല് പോക്കുന്നത് കണ്ട അറിയില്ലേ? അയ്യോ, ബാലൻസ് വേണ്ട. ശ്രീയെ മുഴുവിക്കാൻ സമ്മതിക്കാതെ മിന്നു ഇടയ്ക്കേറി. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. എൻ്റെ പൊന്നു മോളെ മിന്നൂസ്, ഇന്ന് നമ്മൾ എവിടെയും പോകുന്നില്ല, നേരത്തെ ഇറങ്ങുന്നില്ല കേട്ടോ. എന്നാലും ഇന്നൊരു ദിവസം പ്ലീസ്. കൈകൂപ്പി മിന്നു ദയനീയതയോടെ അപ്പുവിനെ നോക്കി. നോ രക്ഷ, മോള് വാർഡിലേക്ക് പൊയ്ക്കോ. ശ്രീയും അത് ശരിവെച്ചു. നിരാശയോടെ നടന്ന മിന്നുവിനെ ഉണർത്തിയത് മീര എന്ന ഒരാളുടെ വിളിയായിരുന്നു. 3 പേരും തിരിഞ്ഞു നോക്കി. സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, ഫുൾ സ്ലീവ് ഷർട്ട് ഇൻസൈഡ് ചെയ്ത്, ഒരു കയ്യിൽ വൈറ്റ് കോട്ടും മറുകൈയിൽ ഫോണും കഴുത്തിൽ സ്റ്റെതസ്കോപ്പും ആയി മീരയെ നോക്കി. കോൾഗേറ്റ് പരസ്യം പോലെ 32 പല്ലും കാണിച്ചു നിൽക്കുന്നു. മോളെ മിന്നൂസേ, നിന്റെ ആള് വന്നടി, നിന്റെ തേജു. ശ്രീ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നും മിണ്ടാതിരിക്കടി, ഇയാളെ കാണല്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ. പക്ഷേ ദൈവത്തിന് പണ്ടത്തെ സ്നേഹമൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. നിങ്ങൾ നടന്നോ, ഞാൻ വന്നേക്കാം. ഹിണക്കിളി വരികില്ലേ? അപ്പൂസ് അവളെ കളിയാക്കി. ദേ അപ്പു രാവിലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. അയ്യോ, കൊച്ചു ചൂടാവാതെ പോയി മിണ്ടിയിട്ട് വാ, ഞാനും ശ്രീയും വാർഡിലുണ്ടാകും. അവർ പോയ പിന്നാലെ മിന്നു അയാളുടെ അടുത്തേക്ക് വന്നു. ഈ പുതിയ അവതാരത്തിൻ്റെ പേരാണ് തേജസ്. പുള്ളിക്കാരൻ ലുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഡോക്ടറാണ്. മിന്നു ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ കമ്പനിയായ തേജസ്സുമായിട്ടാണ്. എന്നാൽ പുള്ളി ഒരു സന്ദർഭത്തിൽ കയറി പ്രൊപ്പോസ് ചെയ്തതും മിന്നൂസ് കാലുമാറി. പക്ഷേ തേജസ് ആരാ മോൻ? പുള്ളി ഇവിടുന്ന് ലക്ഷണമില്ല. മോൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഹോസ്പിറ്റലിൽ പ്രമുഖനായ ഡോക്ടർ സത്യയുടെ മകനാണ് തേജു. അച്ഛനെ എല്ലാവർക്കും ഭയങ്കര ബഹുമാനമാണ്, കാരണം അത്ര നല്ല സർജനാണ്.
ഏത് സർജറിയും അദ്ദേഹം നടത്തിയാൽ സക്സസ് ആണ്. പക്ഷേ മിന്നുവിന് തേജുവിൻ്റെ കാര്യത്തിൽ താല്പര്യമില്ല. കാരണം ഉണ്ട് കേട്ടോ. എന്താന്നോ, പുള്ളി മലയാളിയല്ല, കന്നഡയാണ്. മിന്നുവിനാണെങ്കിൽ കന്നഡയും അറിയില്ല. പുള്ളിക്കാരനാണെങ്കിൽ മലയാളവും. ബട്ട് അവർ തമ്മിൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടേനെ. എനിക്ക് കന്നഡ കുച്ചിനഹി അറിയില്ലെന്നേ സത്യം. അപ്പോൾ നമുക്ക് നോക്കാലോ ഇവർ തമ്മിൽ എന്താകുമെന്ന്. കമോൺ എവരിബഡി. ഹായ് മീര, ഹൗ ആർ യു? ഐ ആം ഫൈൻ ഡോക്ടർ. വാട്ട് ഹാപ്പൻ? യു ആർ ലുക്കിംഗ് സോ വറീഡ്. നത്തിങ് സർ, ഡ്യൂ ടു സം പേഴ്സണൽ ഇഷ്യൂ. ഓ എൻ്റെ ദൈവമേ, ഈ കാട്ടുമാക്കാൻ എന്തൊക്കെ അറിയണം, സ്വയം പറഞ്ഞു. എന്നാൽ സ്വല്പ ശബ്ദം കൂടിപ്പോയി. വാട്ട്? മിന്നു ഞെട്ടി തേജുവിനെ നോക്കി. ഡിഡ് യു സെഡ് സംതിങ്? നോ സർ. മിന്നു അതിനൊരു ചിരി പാസാക്കി കൊടുത്തു. ആർ യു ഫ്രീ അറ്റ് ദ ഈവനിങ്? ഷോൾ വി ഗോ ഔട്ട്? സർ, ഐ ആം നോട്ട് ഫ്രീ ടുഡേ. ലോട്ട് ഓഫ് വർക്ക് ആർ ദെയർ ഇൻ ദ വാർഡ്. ഓക്കെ, ദെൻ വി ക്യാൻ ഗോ ടുമാറോ. ഐ ഡോണ്ട് നീഡ് എക്സ്ക്യൂസ്. യു മസ്റ്റ് കം. ഗത്യന്തരമില്ലാതെ അവസാനം മിന്നു സമ്മതം മൂളി. എടി കീർത്തു, നീ പോയി ആ മിന്നുവിനെ ഒന്ന് വിളിച്ചേരെ. അവളാ തേജുവിൻ്റെ വായിൽ കുടുങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പോവുക, ഇവനും കാണാടാ. അതും പറഞ്ഞ് ശ്രീയും അപ്പുവും അവരുടെ വാർഡിലേക്ക് പോയി. കീർത്തു ചിരിച്ചുകൊണ്ട് കോറിഡോറിലൂടെ അങ്ങോട്ടോടി. മിന്നു പെട്ടെന്ന് വാ, നമുക്ക് റൗണ്ട്സ് നടത്താനുണ്ട്. ഹൗ, കൃത്യസമയത്ത് തന്നെ കീർത്തു വന്നത് നന്നായി. ഇനി ഇതിൽ പിടിച്ച് കയറാം. സർ, മേ ഐ? ഹൗ മെനി ടൈംസ് ഐ ടോൾഡ് യു മീര, ഡോണ്ട് കോൾ മീ സർ, യു ക്യാൻ കോൾ മീ തേജു. ഓഹ്, പിന്നെ വിളിക്കാൻ പറ്റിയൊരു മുതൽ. ഓ സോറി, ഐ ഫോർഗോട്ട് ഇറ്റ്. നെക്സ്റ്റ് ടൈം ഐ വിൽ ഡെഫിനറ്റ്ലി കോൾ യു ലൈക്ക് ദാറ്റ്, ഓക്കെ? ഇതും പറഞ്ഞ് അവൾ കീർത്തുവിൻ്റെ അടുത്തേക്ക് ഓടി. നിനക്ക് കുറച്ച് നേരത്തെ വിളിച്ചുകൂടായിരുന്നോ? ഓഹ് പിന്നെ, സാറെന്നല്ലാതെ പുള്ളിയെ തേജു ഒന്ന് വിളിക്കണം, എൻ്റെ പട്ടി വിളിക്കും. എടി നീ എന്നാ അടങ്ങടി, സാരയില്ല വിട്ടുകളങ്ങേക്ക്, നമ്മുടെ തേജു അല്ലേ. ആരുടെ തേജു? നീ വേണമെങ്കിൽ എടുത്തോ. എനിക്കൊന്നും വേണ്ട അതിനെ. ഞാൻ എടുത്തേനെ, ബട്ട് എൻ്റെ കെട്ടിയോനെ എന്നെ ഡിവോഴ്സ് ചെയ്യൂലേ. ഓ എന്താ പൂതി. ഞാൻ അഭിയേട്ടനൊന്ന് കാണട്ടെ, പറയുന്നുണ്ട്. എടി ഇതൊന്ന് അങ്ങേരോട് പറയല്ലേ. അഭി എന്നെ അച്ചാറിടും. നിനക്ക് താല്പര്യമില്ലേ? പറഞ്ഞൂടെ? എന്തിനാ ഒളിച്ചു കിടക്കുന്നത്? ഞാൻ എങ്ങാനും ഇഷ്ടമല്ലാന്ന് പറഞ്ഞാലേ പുള്ളിയുടെ അച്ഛനോട് പറഞ്ഞ് എന്നെങ്ങാനും ഡിസ്മിസ് ചെയ്യിപ്പിച്ചാലോ? 6 മാസം ഇവിടെ വർക്ക് ചെയ്തത് വെറുതെ ആവില്ലേ? എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ OAT ഓർക്കാനേ വയ്യ. അവൾ നെഞ്ചത്ത് കൈവച്ചു. അവർ രണ്ടും കത്തിയടിച്ച് നേഴ്സിംഗ് റൗണ്ട് നടത്തി. 312ാമത്തെ റൂമിൻ്റെ മുമ്പിലെത്തി. എടി ഇന്നലെ ഞാൻ പോകുമ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ. ഇത്ര പെട്ടെന്ന് അഡ്മിഷനായോ? ആടി, ഇന്ന് രാവിലെ വന്നതാണ്. ഒരു ആക്സിഡൻറ്റ് കേസാണ്. മിന്നുവും കീർത്തുവും വാതിൽ തുറന്ന റൂമിൽ കയറി. ഇതെന്താ വെള്ളരിപ്രാവോ? 2 കൈ ഒടിഞ്ഞിട്ടുണ്ടല്ലോ. മിന്നു ചിരി കടിച്ചു പിടിച്ചു. മിണ്ടാതിരിക്കടി. കീർത്തു അവളുടെ കയ്യിൽ നുള്ളി. ഹൗ ഡു യു ഫീൽ സർ? ആർ യു കംഫർട്ടബിൾ? പിന്നെ 2 കൈ ഓടിക്കാൻ നല്ല കംഫർട്ടബിൾ അല്ലേ? മറുപടി കേട്ട് മിന്നു ഞെട്ടി. ആഹാ, മലയാളിയാണോ? എന്തു പറ്റി ചേട്ടാ? അവൾ ചിരിച്ചോണ്ട് ചോദിച്ചു. ഞാൻ മറാഠിനെ ഒന്ന് സാഷ്ടാംഗം പ്രണമിച്ചതാ. എന്നിട്ട് റോഡിൽ എന്തെങ്കിലും പറ്റിയോ? ഇടയിൽ കയറി കീർത്തു ചോദിച്ചു. നാട്ടിലെ പോലെ അല്ല ഇവിടുത്തെ റോഡിന്, നല്ല ബലമാണ്. കണ്ടില്ലേ? പുള്ളിക്കാരൻ കൈ രണ്ടിലേക്കും ദയനീയമായി നോക്കി. മറുനാട്ടിൽ മലയാളിയെ കിട്ടിയ സന്തോഷത്തിൽ മിന്നുവും കീർത്തു. അങ്ങനെ അഭിജിത്തുമായി കമ്പനിയായി. അജിത്തേട്ടാ, ബൈസ്റ്റാൻഡർ ഇല്ലെങ്കിൽ ഞാൻ നിൽക്കാം. വേണ്ട, മീര ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട്, അവർ ഇപ്പോൾ എത്തും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ദാ ഈ ബെല്ലൊന്ന് പ്രസ് ചെയ്താൽ മതി, ഞങ്ങൾ വരാം. അജിത്തിനോട് യാത്ര പറഞ്ഞ് അവർ അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. എടി കീർത്തി, ഞാൻ അജിത്തേട്ടൻ്റെ അടുത്ത് പോയി നോക്കിയിട്ട് വരാം. എന്തായാലും ഉച്ചയായി, ഒറ്റയ്ക്കല്ലേ. എന്താ മോളെ ഒരു ചാഞ്ചാട്ടം? കീർത്തു, മോളെ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നീ കേട്ടിട്ടില്ലേ? അപ്പോൾ നീ കെട്ടുന്നില്ലേ പെണ്ണേ? കീർത്തു അതിശയത്തോടെ ചോദിച്ചു. ഞാനേ സായിപ്പിനെയാ കെട്ടുന്നേ, പോരെ? അതും പറഞ്ഞ് അവൾ റൂമിലേക്ക് ഓടി. വാതിൽ തുറന്ന് അകത്ത് കയറി. അകത്ത് നിൽക്കുന്നവരെ കണ്ട് മിന്നൂസിൻ്റെ കണ്ണ് ബുൾസൈ പോലെ പുറത്തോട്ട് വന്നു. തിരിച്ച് അവരുടെ എക്സ്പ്രഷനും അങ്ങനെ തന്നെയായിരുന്നു. മിന്നു, നീ എന്താ ഇവിടെ? അവരിലൊരാൾ ചോദിച്ചു. ആഹാ ബെസ്റ്റ്, ഇത് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ട ഉണ്ണിയേട്ടാ. എന്നാലും നീ എപ്പോൾ വന്നു? മറ്റേയാളും കാര്യം തിരക്കി. അതോ ചക്കുവേട്ടാ, ഞങ്ങളിപ്പോൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളോ? ആ അതെ ഉണ്ണേട്ടാ, ഞാനും ശ്രീയും അപ്പൂസും വന്നിട്ട് 6 മാസമായി. എടാ ചക്കു, ബിൽഡിങ്ങിന് കുഴപ്പമൊന്നുമില്ലല്ലോ. സാധാരണ 3 കൂടി ആയാൽ ആ സ്ഥലം തല കുത്തനെ വെക്കാറാണ് പതിവ്. എന്ത് ഊള കോമഡിയാണ് ഉണ്ണേട്ടാ, മാറ്റിപ്പിടി. സാരമില്ല,
ഉണ്ണി ഇതിൻ്റെ ഒന്നും അടുത്ത് നമുക്ക് പിടിച്ചേൽക്കാൻ പറ്റില്ല. ചക്കു അവൻ്റെ തോളിൽ കൈയിട്ടു. ഒന്ന് നിർത്തൂ, ഇതെവിടുന്നാണ്? മൂന്നും കൂടി തിരിഞ്ഞ് ബെഡിൽ കിടന്ന അജിത്തിനെ നോക്കി. എന്താടാ? ചക്കു ചോദിച്ചു. അല്ലടാ, നിങ്ങൾ തമ്മിൽ അറിയോ? ഇല്ലടാ, ഇപ്പോൾ പരിചയപ്പെട്ടതാ. അതും പറഞ്ഞ് ഉണ്ണി അവൻ്റെ അടുത്ത് പോയിരുന്നു. നുണ പറയല്ലേ, അപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? ചക്കു അവൻ്റെ തലക്കിട്ടൊന്നു കൊടുത്തു. എങ്ങനെയാടാ? അത് ഞാൻ പറയാം. ഇത് അതുൽ, വീട്ടിൽ ഉണ്ണി എന്ന് വിളിക്കും. ഇത് ശരത്ത്, വീട്ടിൽ ചക്കര എന്ന് വിളിക്കും. ആ വിളി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് സ്വന്തം വെട്ടിച്ചുരുക്കി ചക്കുവാക്കി. എന്നിട്ട് എല്ലാവരുടെയും ചക്കര ചക്കുവായി. രണ്ടുപേരും പഠിച്ചത് എൻജിനീയറിംഗ്. ഇപ്പോൾ ഇവിടെ ഫ്രണ്ട്സുമായി ഒരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നു. ആഹാ, ഹിസ്റ്ററി മൊത്തം അറിയാലോ. ബന്ധം മാത്രം പറഞ്ഞില്ല. എടാ, ഇത് മിന്നൂസ്, നമ്മുടെ വീടിൻ്റെ അടുത്താണ്. വേറെ രണ്ടെണ്ണം കൂടിയുണ്ട്, ശ്രേയയും അപർണയും. ഞങ്ങളുടെ നാട്ടിലെ ത്രിമൂർത്തികളാണ്. പറഞ്ഞത് നന്നായി, ഇല്ലേ എനിക്ക് കൺഫ്യൂഷനായി പോയേനെ. എല്ലാവരും അത് കേട്ട് ചിരിച്ചു. എന്നാലേ നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കേ, ഞാൻ ഡ്യൂട്ടിക്ക് പോട്ടെ. ഈവനിങ് വാലുകളെയും കൂട്ടി വരാം. എന്നാ നീ പൊയ്ക്കോ, ചക്കു മറുപടി പറഞ്ഞു. അവരെ ഒന്ന് നോക്കി ചിരിച്ച് മിന്നു നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് പോയി. ചെന്നപാടെ ഈ സന്തോഷം വാലുകളെ അറിയിക്കാനും മറന്നില്ല. ഡ്യൂട്ടി കഴിഞ്ഞ പാടെ മൂന്നും കൂടി 312 റൂമിലേക്ക് ഓടി. പിന്നെ അവിടെ ഒരു ബഹളമായിരുന്നു. എന്നാ വാ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കാം. മിന്നുവിൻ്റെ തോളിൽ കൈയിട്ട് അപ്പു പറഞ്ഞു. അയ്യോ, അജിത്തേട്ടൻ ഒറ്റയ്ക്കാവില്ലേ, നമുക്ക് ഇങ്ങോട്ട് വരുത്താം. ശ്രീ ഇടയ്ക്കേറി പറഞ്ഞു. അത് ശരിയാ, ഉണ്ണിയെ ശരിവച്ചു. എന്താടി ശ്രീ, നിനക്കൊരു ഇളക്കം? ശ്രീയുടെ കയ്യിൽ നുള്ളി മിന്നു ചോദിച്ചു. എന്താ, എനിക്കൊന്ന് ഇളകിക്കൂടെ? ഒരു ചവിട്ടിലൂടെ അവൾ മറുപടിയും നൽകി. ഇളക്കിക്കോ, അവസാനം നടുവൊടിഞ്ഞ് താഴെ വീഴാതിരുന്നാൽ മതി. ഇതും പറഞ്ഞ് അപ്പു ചിരി തുടങ്ങി. കൂടെ മിന്നു. രണ്ടും കൂടെ എന്നെ വീഴ്ത്താതിരുന്നാൽ മതി. അതും പറഞ്ഞ് അജിത്തിനെ നോക്കി ചിരിച്ചു. അവിടുന്ന് തിരിച്ചും കിട്ടിയതും ശ്രീയുടെ മുഖം 100 വോൾട്ടായി. അല്ല, എന്താ അവിടെ ഒരു ഡിസ്കഷൻ? ഞങ്ങൾ നാളെ പൊയ്ക്കോളാം, മൂന്നും കൂടി അതിന് പ്ലാൻ ഇടണ്ട, ചക്കു പറഞ്ഞു. ഇത് അതല്ല, എന്താ വാങ്ങേണ്ടതെന്ന് പ്ലാൻ ചെയ്യുമായിരുന്നു. എങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോ ഞാൻ ഓർഡർ ചെയ്യട്ടെ? ആ, അങ്ങനെ തന്നെ ചെയ്തോടി. അപ്പോൾ അവളെ നോക്കി കണ്ണിറക്കി. എടാ, ഓർഡർ ചെയ്യുമ്പോൾ 7 പേർക്കുള്ളത് പറഞ്ഞോ? 7? അതാർക്കാ ഉണ്ണിയേട്ടാ? എടി, ഞങ്ങൾ നിങ്ങളെപ്പോലെ ത്രിമൂർത്തികളല്ല. 4 എണ്ണം ഉണ്ട്. അവൻ ബില്ല് പേ ചെയ്യാൻ താഴെ പോയിരിക്കുക, ഇപ്പോൾ വരും. എന്നാ ഓക്കെ. അതും പറഞ്ഞ് ക്യാൻറ്റീനിലേക്ക് നമ്പർ ഡയൽ ചെയ്തു. അപ്പോഴാണ് ഡോർ ആരോ തുറന്നത്. ആഹാ, സഞ്ജു വന്നല്ലോ. എല്ലാം പേ ചെയ്തോടാ. മിന്നു തിരിഞ്ഞു നോക്കിയതും അവളുടെ തലയിലെ കിളികളെല്ലാം എങ്ങോട്ടോ പറന്നുപോയി. കയ്യിലിരുന്ന ഫോണും ചാടി. എൻ്റെ ദൈവമേ, പൂരത്തിന് പൊട്ടിക്കാൻ വെച്ച പടക്കങ്ങളൊക്കെ എന്തിനാ എൻ്റെ നെഞ്ചത്ത് വെച്ച് പൊട്ടിക്കുന്നത്? മിന്നു സ്വയം പറഞ്ഞു. മിന്നുവിൻ്റെ തൊണ്ടയും നാവും എല്ലാം വറ്റുന്നത് പോലെ തോന്നി. നീ ആ റിസീവർ പൊട്ടിക്കോ? അപ്പോൾ അടുത്തേക്ക് വന്നു. എന്താടാ നീ ഇങ്ങനെ വേർതിരിക്കുന്നേ? മിന്നു ആണേ വേറെ ഏതോ ലോകത്തായിരുന്നു. മിന്നു! അപ്പോൾ അവളെ കുലുക്കി വിളിച്ചു. പെട്ടെന്ന് തന്നെ മിന്നു സ്വബോധത്തിലേക്ക് വന്നു. എല്ലാവരും അവളെയാണ് നോക്കുന്നത് എന്ന് മനസ്സിലായതും എന്താണ് അറിയില്ലടാ, തല കറങ്ങുന്നത് പോലെ. എടാ, ഹോസ്പിറ്റലിൽ പോണോ? ശ്രീ ഓടി വന്നു. അപ്പോൾ ഇത് അമ്പലമാണോ? ചക്ക ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഓഹ്, ഞാനത് ഓർത്തില്ല. എന്നാൽ മിന്നുവിൻ്റെ ശ്രദ്ധ അവിടെ ഒന്നുമല്ലായിരുന്നു. അവൾ സഞ്ജുവിനെ നോക്കിയപ്പോൾ പുള്ളി മൈൻഡ് പോലും ചെയ്യുന്നില്ല. താഴെ വീണ റിസീവർ എടുത്ത് ക്യാൻറ്റീനിലേക്ക് ഡയൽ ചെയ്ത് 4 പേർക്കുള്ള സ്നാക്സും കോഫിയും ഓർഡർ ചെയ്തു. ഇത് കണ്ട ശ്രീക്ക് ദേഷ്യം വന്നു. നമ്മളെന്താ വായുവാണോ കഴിക്കുന്നേ? എനിക്ക് നല്ല ക്ഷീണം, റൂമിൽ പോയി കുടിക്കാം. ഇവർക്കുള്ളത് ഓർഡർ ചെയ്തിട്ടുണ്ട്. മിന്നു, സൗണ്ടിന് എന്ത് പറ്റിയടാ? ഏയ്, അത് ക്ഷീണം ആയിട്ടാ അപ്പു. ഞാൻ ചായ കുടിച്ചിട്ട് വരുന്നുള്ളൂ. നീ കസേരയിൽ പോയിരുന്നു. എടാ, ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ടായിരിക്കും. കോഫി കുടിച്ചിട്ട് പോകാം. ഇല്ല ഉണ്ണിയേട്ടാ, റെസ്റ്റ് എടുത്താൽ മതി, ഞങ്ങൾ പോട്ടെ. ഇന്നടാ, ഈ വെള്ളം കുടിക്ക്, നിന്റെ സൗണ്ട് നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ചക്കു അവൾക്ക് നേരെ വാട്ടർ ബോട്ടിൽ നീട്ടി. ഇങ്ങനെ പറയാൻ പെടുന്ന പാട് എനിക്കറിയുള്ളൂ, മിന്നു സ്വയം പറഞ്ഞു. മിന്നു വെള്ളം കുടിച്ചിട്ട് അപ്പുവിനെ ദയനീയമായി നോക്കി പോകാമെന്ന് പറഞ്ഞു. അപ്പുവിന് എന്തോ പന്തികേട് തോന്നി. ശ്രീ, നീ വരുന്നുണ്ടോ? ഇവൾക്ക് വയ്യ എന്ന് മനസ്സിലായില്ലേ? അല്ലേ, ഞങ്ങൾ പോകുക. നീ ഇവിടെ ഇരുന്ന് കോഫി കുടിച്ചിട്ട് പതിയെ പോര്. എന്നാ ശരി, ഞാനും വരാം. മിന്നു ആണെങ്കിൽ ഒന്ന് റൂമിലെത്താൻ പ്രാർത്ഥിക്കുകയായിരുന്നു. നിങ്ങൾ പോകുവാണോ? സഞ്ജു തിരക്കി. നാളെ വരാം സഞ്ജു ഏട്ടാ, ഈ മുതലിന് ക്ഷീണം ഒന്ന് മാറട്ടെ. ശ്രീ ദേഷ്യത്തിൽ മിന്നുവിനെ നോക്കി. മിന്നു തിരിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ റൂമിലേക്ക് പോയി. വീട്ടിലെത്തിയതും മിന്നു ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ കയറി. നിന്റെ ക്ഷീണമൊക്കെ മാറിയോടി ഇത്ര പെട്ടെന്ന്? അപ്പു ഷൂ ഉരുന്നതിനിടയിൽ തിരക്കി. ഓ, അതൊക്കെ ആ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ മാറി. എടി, നിന്റെ സൗണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താടി മോളെ ഒരു കള്ളത്തരം? ശ്രീ ഇടയ്ക്കേറി.
ഞാൻ ഇറങ്ങി വരണോ അതോ നീ വാ അടയ്ക്കുന്നോ? അയ്യോ വേണ്ട, കാണാനുള്ള ത്രാണിയില്ല, ഞാൻ മിണ്ടാതെ ഇരുന്നോളാം. ശ്രീ പൊട്ടിച്ചിരിച്ചു. എടാ, എന്നാലും മിന്നുവിന് അത്രയും നേരം കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഈ സഞ്ജു വന്നതിന് ശേഷമാണ് അവൾക്ക് മാറ്റം. അജിത്തിനെ വാരിക്കൊടുക്കുന്നതിനിടയിൽ ചക്കു പറഞ്ഞു. ശരിയാടാ, നിനക്ക് അവളെ അറിയോ? ഫോണിൽ നിന്നും തലപൊക്കി ഉണ്ണി തിരക്കി. ഇല്ലടാ, ആ കുട്ടിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുക. എടാ, ഇനി അവൾക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് വല്ല തോന്നിയാ നിന്നോട്? ചക്കു ചിരിച്ചു. എടാ, നല്ല കുട്ടിയാണ്, നീ ഒന്ന് ട്രൈ ചെയ്യ്. അജിത്തും ഏറ്റുപിടിച്ചു. എങ്കിൽ നീ എടുത്തോ. വേണ്ടടാ, എനിക്ക് ശ്രേയ മതി. അജിത്ത് ഒരു നാണം കലർന്ന് പുഞ്ചിരി നൽകി. ഇതൊക്കെ എപ്പോ? ഉണ്ണി അന്തം വിട്ട് നോക്കി. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ സെറ്റാക്കി തരാം. മോനെ സഞ്ജു, മിന്നുവിനെ നോക്കുന്നോടാ. ചക്കു സഞ്ജുവിൻ്റെ അടുത്ത് നിന്ന്. കാണാൻ രസമൊക്കെ ഉണ്ട്, സൗണ്ട് എന്തോ പ്രോബ്ലം ഉണ്ട്. എടാ, അത് അവൾക്ക് ക്ഷീണമായതുകൊണ്ടല്ലേ. പിന്നെ സൗണ്ട് നോക്കിയല്ലേ. ഒന്ന് പോടാപ്പാ, ഉണ്ണി കളിയാക്കി. എനിക്ക് എൻ്റെ ചീവീടിനെ മതി. അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുകയും സ്നേഹിക്കുകയുള്ളൂ. ഓ, അവനും അവൻ്റെ ഒരു ജീവിയും എവിടെയോ കിടക്കുന്ന പെണ്ണിനെ സ്വപ്നം കണ്ടിരിക്കുക ഇവിടെ ഒരാൾ. ഉണ്ണി ദേഷ്യം പിടിച്ചു. നീ നോക്കിക്കോടാ, അവൾ എൻ്റെ അടുത്ത് തന്നെ വരും, ഞാൻ അവളെ കണ്ടുപിടിക്കും. ഇതും പറഞ്ഞ് സഞ്ജു റൂമിന് പുറത്തേക്ക് പോയി. ഡിന്നറെല്ലാം കഴിഞ്ഞ് ത്രിമൂർത്തികൾ മൂന്നും കൂടെ ബെഡിലിരുന്ന് കത്തിയടി തുടങ്ങി. അല്ല മിന്നു, അജിത്തേട്ടനെ കണ്ടപ്പോ നസ്രിയ ഓം ശാന്തി ഓശാനയിൽ പറഞ്ഞതുപോലെ അടി വയറ്റിൽ മഞ്ഞ് പെയ്യണ സുഖാടി. ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. നഖം കടിച്ച് ശ്രീ പറഞ്ഞു. മോളെ, അസ്ഥിക്ക് പിടിച്ചോ? പുള്ളിക്ക് ലയം വല്ലതും ഉണ്ടോ? അപ്പോൾ ചോദിച്ചു. എടി, എൻ്റെ പ്രണയം നീ മുളയിലേ നുള്ളല്ലേടി. അല്ല മിന്നു, നിനക്ക് സഞ്ജു ചേട്ടനെ കണ്ടപ്പോൾ അടിവയറ്റിൽ മഞ്ഞ് വീണോ? മഞ്ഞല്ലടി, അടിവയറ്റിലെ തീക്കനലാണ് വീണേ. എടി അപ്പു, അങ്ങനെ തീക്കനൽ വീഴോ? ആടി, ഞാൻ പറഞ്ഞുതരാം. മിന്നു കയ്യിലിരുന്ന തലേണ കൊണ്ട് ശ്രീക്കൊന്ന് കൊടുത്തു. എന്ത് വാടേ, കുഞ്ഞു പിള്ളേരെ പോലെ. എന്തു പറ്റി മിന്നു? ഈവനും തൊട്ട് നീ മൂഡ് ഓഫ് ആണല്ലോ. സഞ്ജുവേട്ടനെ നിനക്ക് നേരത്തെ അറിയുമോ? പറയടാ. തല തിരുമ്മിക്കൊണ്ടിരുന്ന ശ്രീയെ രൂക്ഷമായി നോക്കി മിന്നുവിൻ്റെ അടുത്തേക്ക് അപ്പോ നീങ്ങിയിരുന്നു. എടി, സഞ്ജയ് ചേട്ടനല്ല, സഞ്ജുവേട്ടനെ എനിക്ക് നേരത്തെ അറിയാം. സഞ്ജയ്യോ? അതാരാ? രണ്ടുപേരും ഒറ്റ സ്വരത്തിൽ ചോദിച്ചു. എടി, ആ പുള്ളിയുടെ ഒറിജിനൽ നെയിം സഞ്ജയ് ജോസഫ് എന്നാണ്. സഞ്ജു എന്ന് ഫ്രണ്ട്സ് വിളിക്കുന്നതാ എന്ന് തോന്നുന്നു. അല്ല, സഞ്ജുവേട്ടനെ നിനക്കെങ്ങനെ അറിയാം? അത് പറ. അത് കുറച്ച് പണ്ടത്തെ കഥയാണ്. പണ്ടെന്ന് പറയുമ്പോൾ നീ ജനിക്കുന്നതിന് മുമ്പുള്ളതാണോ? ശ്രീ ചിരിച്ചു. എടി, നീ ഇതിന് എവിടെ നിന്ന് കൊണ്ട് പോകുന്നുണ്ടോ? അല്ലേ ഒരു കൊലപാതകത്തിന് സാക്ഷി പറയേണ്ടി വരും. ശ്രീ മിണ്ടാതിരിക്കെ, അവൾ പറയട്ടെ. അല്ലടി, ജനിച്ചപ്പോൾ തൊട്ട് നമ്മൾ ഒരുമിച്ചാണ്. പിന്നെ പണ്ടെന്ന് പറഞ്ഞാ, എടി, ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ ഉള്ളതാ, അത്രയ്ക്ക് പണ്ടൊന്നും അല്ല. അങ്ങനെ വ്യക്തമായി പറ. മിന്നു, നീ പറയേ. ആ ശവ അങ്ങനെ പലതും പറയും. നമ്മൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊറോണ വന്നില്ലേ? അപ്പോൾ ഒരു വർഷം വീട്ടിലിരുന്നില്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് പ്രാക്ടിക്കലിന് വിളിച്ചില്ലേ? അപ്പോൾ അല്ല, ചപ്പാത്തി. അത് തന്നെ അപ്പൂ. കഥയൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഫീലിൽ പറയേണ്ടടാ കൊരങ്ങേ. മിന്നു ഒരു ദീർഘനിശ്വാസം ഇട്ടു. എന്നാ കേട്ടോ, ചേച്ചി ഇപ്പോൾ റെഡിയാക്കി തരാം. അപ്പോൾ മിന്നു ഫ്ലാഷ് ബാക്ക് പറയാൻ പോവുക. എവരിബഡി കമോൺ. നമുക്ക് കുറച്ച് പുറകോട്ട് പോകാം. എനിക്ക് സർജിക്കൽ വാർഡിലാണ് പോസ്റ്റിംഗ് കിട്ടിയത്. പിന്നെ കൊറോണ വന്ന സമയം പറയുകയും വേണ്ടല്ലോ. ഗൗണും മാസ്കും ഫേസ് ഷീൽഡും ഗ്ലൗസും ഓർക്കാനേ വയ്യ. കോവിഡിൻ്റെ ടൈം ആയതുകൊണ്ട് എല്ലാവർക്കും ഓരോ പേഷ്യൻസിനെ വെച്ച് കൊടുത്തു. അവർക്ക് വേണ്ട കെയർ മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്കും കിട്ടിയ ഒരാളെ. നെയിം സഞ്ജയ് ജോസഫ്. ഡയഗ്നോസിസ് റൈറ്റ് ഹ്യൂമറസ് ഫ്രാക്ചേഴ്സ്. പിന്നെ കാലിൽ കുറേ സ്ക്രാച്ചസ് വേറെയും. അന്നാണ് ഞാൻ ആദ്യമായി കൊളക്കോഴിയെ കാണുന്നത്. കുളക്കോഴിയോ? അയാളുടെ സ്വഭാവത്തിൽ കൊളക്കോഴി എന്നല്ല, കഥയുടെ ഇടയിൽ കയറല്ലേ, ആ ഫ്ലോ അങ്ങ് പോയി. ശ്രീ, നീ മിണ്ടായിരിക്കേ. മിന്നൂസ് പറയടാ മുത്തേ. ഞാൻ റൂമിൽ ചെന്ന് പുള്ളിയുടെ അങ്ങ് കമ്പനിയായി. മാഡം പറഞ്ഞ് ചെയ്യാനുള്ള പ്രൊസീജിയർ ഒക്കെ അങ്ങ് കംപ്ലീറ്റ് ചെയ്തോളാൻ 2 ഡേയ്സേ കിട്ടുകയുള്ളൂ എന്ന്. അതും പറഞ്ഞ് മാഡത്തിൻ്റെ വഴിക്ക് പോയി. ബൈസ്റ്റാൻഡേഴ്സ് ഇല്ല താനും. പുള്ളിയാണേ വായു അടയ്ക്കുന്നില്ല. അവസാനം ഞാൻ ബ്രേക്ക് എന്ന് പറഞ്ഞ് പുറത്തു പോയി ശ്വാസം വിട്ടു. എങ്ങനെ നിർത്താതെ സംസാരിക്കുന്നേ? അത് കഴിഞ്ഞ് മാഡം കാണാതെ സാഹസികമായി എഴുതാനുള്ള സകലവും എടുത്ത് റൂമിൽ കയറി. 4 മണിവരെ ടൈമുണ്ടല്ലോ എന്നും വിചാരിച്ചു. എന്നാലോ ചെന്നപ്പോൾ തൊട്ട് എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നും വിശക്കുന്നുവെന്നും പറഞ്ഞ് ഓരോ പണിയും തന്ന് ബുക്ക് തോട്ടാൻ സമ്മതിച്ചില്ല. ഞാൻ ആദ്യമൊക്കെ വെറുതെ കംപ്ലൈൻറ്റ് വാങ്ങേണ്ടെന്ന് കരുതി ഒന്നും മിണ്ടിയില്ല. പിന്നെ എനിക്ക് ചൊറിഞ്ഞു വന്നു. ഒരു 2 മണിയായപ്പോൾ തുടങ്ങി എനിക്ക് വിശക്കുന്നുവെന്നും പറഞ്ഞ്. ഗതികെട്ട് ഞാൻ അബദ്ധത്തെ ചോദിച്ചു. പോയി.
തൻ്റെ വയറ്റിലെന്താ കൊക്കോ പുഴുവോ? 1 മണിക്കല്ലേ കഴിച്ചത്? വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോൾ ഞാൻ ആളത്ര ഡീസൻ്റ് ഒന്നുമല്ല. ഇടഞ്ഞ തനി ചന്താമറിയാണ്. പറഞ്ഞില്ലായിരുന്നോ വേണ്ട? ഒന്ന് അതിശയത്തോടെ നോക്കിയെങ്കിലും സഞ്ജയും വിട്ടുകൊടുത്തില്ല. പിന്നെ തന്നെ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നത്? എന്നെ നോക്കാനല്ലേ? കിതാബ് എടുത്ത് വന്നേക്കുവാ. നിന്റെ മാഡം വരട്ടെ, ഞാൻ ശരിയാക്കി തരാം. കൂൾ മീര കൂൾ, തറയാകല്ലേ. ഇവിടെ സോപ്പിട്ടിട്ടില്ലേ, നിനക്കാണ് പ്രോബ്ലം. മിന്നു സ്വയം പറഞ്ഞു. അല്ല, കഴിക്കാൻ വേണമെന്നല്ലേ പറഞ്ഞത്? ഇപ്പം തരാട്ടോ. കുന്തം, നീയൊക്കെ തിന്നു വയറ് പൊട്ടിച്ചാകോടാ. പറഞ്ഞത് മനസ്സിലാണെങ്കിലും അറിയാതെ പുറത്തു വന്നുപോയി. എന്തെങ്കിലും പറഞ്ഞോ ചീവിട നീ? ചീവിടോ? ചീവിട് നിന്റെ അല്ലേ വേണ്ട. എന്താ പറഞ്ഞേ? ഞാൻ കേട്ടില്ല. വന്ന ദേഷ്യം ഉള്ളിലൊതുക്കി മീര സൗമ്യമായി ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല. നീ തിന്നാൻ വല്ലതും തരുമോ? പൊട്ടിക്കൊരങ്ങ്, നീയൊക്കെ വയറിളക്കം പിടിച്ച് ചാകൂടാ. മനുഷ്യനിവിടെ പച്ചവെള്ളം കുടിച്ചിട്ട് എത്ര നേരമായി എന്നറിയോ? തൻ്റെ ദേഷ്യം പാത്രത്തിൽ തീർത്ത് മീര പിറുപിറുത്തു. അവൾ അവൻ്റെ ബെഡിൽ വന്നിരുന്ന് ഫേസ് ഷീൽഡ് മാറ്റി. നല്ലതുപോലെ തലവേദനിക്കുന്നുണ്ടായിരുന്നു. കൈക്ക് വയ്യാത്തതുകൊണ്ട് മീര തന്നെയാണ് സ്പൂണിൽ ഫീഡ് ചെയ്തത്. അവനാണെങ്കിൽ നല്ല അനുസരണയുള്ള കുട്ടിയെപ്പോലെ ഓരോ വായും കഴിച്ചുകൊണ്ടിരുന്നു. മീരയാണെങ്കിൽ അസൈൻമെൻറ്റ് എന്തു ചെയ്യും എന്നുള്ള ചിന്തയിലായിരുന്നു. അവൻ്റെ നേരെ സ്പൂൺ നീട്ടിയിട്ടും ഒരു പ്രതികരണവും ഇല്ലാതെ വന്നപ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയത്. അവളുടെ കണ്ണുകളിലേക്ക് അവൻ നോക്കിയതും അറിയാതെ അവളുടെ കണ്ണുകളും അവൻ്റെ കടുങ്കാപ്പി കണ്ണുകൾ സ്വന്തമാക്കി. അല്പനേരം കഴിഞ്ഞാണ് മീരയ്ക്ക് സ്വബോധം വന്നത്. അവൾ മുഖം വെട്ടിച്ച് അവൻ ശബ്ദം ക്ലിയർ ആക്കുന്നത് പോലെ കാണിച്ച് ഒന്ന് പുഞ്ചിരിച്ചു. അവളൊന്നും മിണ്ടാതെ ബെഡിൽ നിന്ന് ചാടി എണീറ്റ് പാത്രവുമായി വാഷ് ചെയ്യാൻ പോയി. ചീവിട്, എനിക്ക് വിശപ്പ് മാറിയില്ലടി. തനിക്ക് അത്രയൊക്കെ വിശപ്പ് മാറിയാൽ മതി. ഒന്ന് ശബ്ദിച്ചായിരുന്നേ. ഉറക്കെ നിലവിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഉണരത്തില്ലായിരുന്നു. ദൈവമേ, നീ എന്താ എന്നോട് ഒരു സ്നേഹവും കാണിക്കാത്തേ? മീര വാഷ് ബേസിൻ്റെ അവിടെ വന്ന് നെഞ്ചത്ത് കൈവച്ച്. അപ്പോഴും സഞ്ജു അവളെ തന്നെ നോക്കുകയായിരുന്നു. എന്താടാ സഞ്ജു, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ഈ വരാന്തയിൽ വന്ന് നിൽക്കുന്നേ? ഉണ്ണി അവൻ്റെ തോളിൽ കയറ്റു. എന്ത് പറ്റിയടാ? നീ എന്തിനാ ഇങ്ങനെ മൂഡ് ഓഫ് ആയി നിൽക്കുന്നേ? ഒന്നുമില്ലടാ, എന്തോ ഒരു തോന്നൽ. എനിക്ക് എൻ്റെ ചീവിടിനെ കാണാൻ പറ്റുമോടാ? ഒന്ന് കണ്ടാൽ മതിയടാ. നീ ഇങ്ങനെ വറീഡാവില്ലേ? എങ്ങനെയാണടാ 2 ദിവസം കൊണ്ട് നിനക്ക് അവൾ ഇത്രയ്ക്ക് ഇഷ്ടമാവുന്നത്? ഒന്നുമില്ലെങ്കിൽ മുഖം കണ്ടിട്ട് എന്ന് പറയാം. ഇവിടെ നിനക്ക് അവളുടെ നാടറിയില്ല, വീടറിയില്ല, മുഖം അറിയില്ല. ആകെ ഒരു പേരറിയാം, പിന്നെ അവളുടെ ശബ്ദവും. ഇതുവരെ നീ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? അവൾ വേറെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നീ എന്താ അതൊന്നും ചിന്തിക്കാത്തേ? എത്ര പേരാണ് നിന്റെ പുറകെ വന്നിട്ടുള്ളത്? അതിലൊന്നിനെ നിനക്ക് സെറ്റാക്കി കൂടെ? എനിക്കറിയില്ല എന്താണെന്ന്. അവളോടൊപ്പമുള്ള ആ 2 ദിവസങ്ങൾ ഞാൻ എത്ര ആസ്വദിച്ചെന്ന് അറിയോ? അവൾ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും സങ്കടത്തിലാകില്ല എന്ന് തോന്നിയിടാ എനിക്ക്. ഞാൻ ആദ്യം അവളെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറഞ്ഞു, ഇത് നിൻ്റെയാണെന്ന്. അവൾ വെറുതെ ഇരിക്കാൻ പോലും ടൈം കൊടുക്കാതെ ശല്യപ്പെടുത്തി. അവളുടെ ഓരോ പ്രവൃത്തികളും ദേഷ്യവും ഞാൻ ആസ്വദിച്ചു. പക്ഷേ അപ്പോഴൊന്നും ഞാൻ അവളുടെ മുഖം പോലും കണ്ടിട്ടില്ല. ഇതിനെയാണോടോ ദിവ്യപ്രണയം എന്ന് പറയുന്നേ? ദിവ്യ അല്ല, ഞാൻ പറയുന്നില്ല. നീ ഇനിയും അവളെ തിരയാൻ നടക്കുവാണോ? ഈ ഒരു കൊല്ലം തിരഞ്ഞത് മതിയായില്ലേ? എടാ, നിനക്കറിയില്ലേ അന്ന് എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായത്? ആൻറ്റിയുടെ വീട്ടിൽ വെച്ചാണ്. ഡിസ്ചാർജ് ആയ ഉടനെ അമ്മയെ എന്നെ വീട്ടിൽ കൊണ്ടുപോയി. പിന്നെ 1 മാസം കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു. മുറ്റത്ത് പോലെ ഇറങ്ങാൻ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ ലോക്ക്ഡൗണും എല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവിടെ അവളുമില്ല. ഞാൻ ഫേസ്ബുക്കിലേക്ക് സെർച്ച് ചെയ്തു. അതുപോലത്തെ കുറേ പേരുണ്ട്. മിക്കതിലും നോക്കി. കണ്ണ് വെച്ച് എങ്ങനെ കിട്ടാനാ? സഞ്ജു പിന്നെയും വിദൂരതയിലേക്ക് നോക്കി. ഇനിയെങ്കിലും നിർത്തിക്കൂടെടാ? എടാ, ഞാൻ കെട്ടുന്നത് വരെ നോക്കും. അപ്പോൾ കെട്ടിക്കഴിഞ്ഞിട്ടോ? ഇല്ലടാ, എനിക്ക് അവളെ അല്ലാതെ വേറെ ഒരാളെ കാണാൻ പറ്റില്ലടാ ആ സ്ഥാനത്ത്. അവളല്ലാതെ വേറെ ഒരാളെൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല ഉണ്ണി. നിറഞ്ഞ കണ്ണുകളോടെ സഞ്ജു ഉണ്ണിയെ നോക്കി. ഇത് വട്ടെന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും, കൂടി എന്തോ ആണ്. നീ നോക്കിക്കോടാ, ഞാൻ എന്നും മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട്. മാതാവ് എന്നെ കൈവിടില്ല. അവളെ എൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുവരും. അവൾ എൻ്റേത് മാത്രമാണ്. എടാ മിന്നു, നീ എന്താ ആലോചിച്ചിരിക്കുന്നത്? ബാലൻസ് പറ. വേറെ ഏതോ ലോകത്തായിരുന്ന മിന്നു വീണ്ടും കഥ പറയാൻ തുടങ്ങിയതും. അല്ലടാ, ഞാൻ ആലോചിക്കുകയായിരുന്നു, എനിക്ക് കുറച്ചു കാലമായിട്ട് കഷ്ടകാലം തന്നെയാണല്ലോ എന്ന്. അല്ലാതെ അങ്ങേരെന്തിനാ ഞാൻ ഓർത്തിരിക്കുന്നേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ബാക്കി പറ ചക്കരെ. കഷ്ടകാലമാണോ നല്ല കാലമാണോ എന്ന് നമുക്ക് ലാസ്റ്റ് തീരുമാനിക്കാം. അപ്പോൾ ഇടയിൽ കയറി മിന്നു വീണ്ടും തുടർന്നു. പിന്നെ ഞാൻ പുള്ളിയോട് മിണ്ടാൻ പോയില്ല. സഞ്ജു ഏട്ടൻ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നു. ഞാൻ ഇറങ്ങാറായപ്പോൾ പുള്ളി നല്ല ഉറക്കമാണ്. പിന്നെ ഞാൻ വിളിക്കാനും പോയില്ല. വാതിൽ മെല്ലെ ചാരി ഹോസ്പിറ്റലിലേക്ക് മടങ്ങി. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് മടിയായിരുന്നു. അതേ റൂമിൽ തന്നെയാണ്.
മാഡത്തിനോട് റൂം മാറ്റി തരാൻ പറഞ്ഞപ്പോൾ കെയർ പ്ലാൻ 2 ദിവസം ഒരേ പേഷ്യൻസിനെ എടുത്താലേ സൈൻ തരുമെന്ന്. അവസാനം ഗത്യന്തരമില്ലാതെ അങ്ങോട്ട് തന്നെ ചെല്ലേണ്ടി വന്നു. വാതിൽ തുറന്നതും പുള്ളി എന്നെ രൂക്ഷമായി നോക്കി. ഞാനും വിട്ടുകൊടുത്തില്ല. രൂക്ഷമായി തന്നെ നോക്കി. പക്ഷേ ഫേസ് ഷീൽഡ് എന്നെ ചതിച്ചു. അങ്ങേരത് കണ്ടില്ല. താൻ എന്താടോ ഇന്നലെ പറയാതെ പോയേ? ഞാൻ എവിടെയൊക്കെ തിരഞ്ഞുവെന്ന് അറിയാമോ? ചേട്ടൻ ഉറങ്ങുമായിരുന്നു ഞാൻ പോകാൻ നേരത്ത്. വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി. പേഷ്യൻറ്റിൻ്റെ കംഫർട്ടബിളാണ് ഞങ്ങൾക്ക് വേണ്ടത്. അല്ല, എന്നെ എന്തിനാ തിരഞ്ഞേ? പിന്നെ തിരയാതെ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാണ്. തന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയാൽ എല്ലാവരും എന്നെ കുറ്റം പറയില്ലേ? അതുകൊണ്ടാ. അല്ലാതെ തന്നെ ഞാൻ എന്തിനാ തിരയുന്നേ? സഞ്ജു ഒരു തപ്പലോടെ പറഞ്ഞു. ഓ, ചേട്ടനൊക്കെ ഈ നാടിന് മാതൃക ആവേണ്ട ആളാ. ഇത്രയ്ക്ക് സഹോദര സ്നേഹമൊക്കെ ഉണ്ടല്ലേ? മിന്നു കളിയാക്കി. അയ്യോ, എവിടെ എന്നെ ബ്രദറായിട്ടാണോ കാണുന്നേ? ടോപ്പിക്ക് മാറ്റം. പേഷ്യൻറ്റിൻ്റെ കംഫർട്ടബിൾ നോക്കിയ ആളല്ലേ? എനിക്കിന്നലെ ഒരു സ്വസ്ഥതയും തന്നിട്ടില്ല. താൻ പോയ പിന്നെയാണ് എനിക്ക് കുറച്ച് സമാധാനമായേ. ഹലോ, ഞാൻ ആരോടും പറഞ്ഞില്ല എന്നെ സഹിക്കാൻ. ഇത്ര ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞില്ല. ഞാൻ മേഡത്തിനെ വിളിച്ചിട്ട് വരാം. ഇത് തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ വിളിക്കട്ടെ? നീ പോയി വിളിച്ചിട്ട് വാ, ഞാൻ പറഞ്ഞോളാം. അവന് വിട്ടുകൊടുത്തില്ല. ഹാവൂ, സമാധാനമായി. വേറെ ഏതെങ്കിലും നല്ല പേഷ്യൻസിനെ എനിക്ക് തരണേ ദൈവമേ. മേലോട്ട് കയ്യും കോപ്പി അവൾ പുറത്തേക്ക് പോയി. നിന്നെ ഞാൻ നല്ല പേഷ്യൻസിൻ്റെ അടുത്തെത്തിക്കാടി. മേഡം അങ്ങ് വരട്ടെ. അല്പനേരം കഴിഞ്ഞ് മിന്നു മേഡത്തിനെ വിളിച്ച് റൂമിൽ വന്നു. സഞ്ജയ് പതിവിലും ക്ഷീണം കാണിച്ച്. മനസ്സിലായില്ലേ? അവൻ പണി തുടങ്ങി. എങ്ങനെയുണ്ട് സഞ്ജയ്? പെയിൻ കുറവുണ്ടോ? ആ, കുറവുണ്ട് മാഡം. ബട്ട് നല്ല ക്ഷീണമാണ്. എഴുന്നേൽക്കാൻ വയ്യ. ഇതാണോടോ താൻ പറഞ്ഞേ പേഷ്യൻറ്റിന് കുഴപ്പമൊന്നുമില്ല, തന്നോട് വേറെ റൂമിൽ പൊയ്ക്കോളാൻ പറഞ്ഞു എന്നൊക്കെ? അല്ല മാഡം, ഞാൻ പോകുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നോട് വേറെ റൂമിൽ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ഇവിടെ നിൽക്കാൻ മടിയാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞതാണ്, അല്ലാതെ ക്ഷീണമില്ലാഞ്ഞിട്ടല്ല. ഇത് കേട്ട് മിന്നുവിന് നല്ല ദേഷ്യം വന്നു. എന്നാൽ മാഡത്തിൻ്റെ മുമ്പിലുള്ളതുകൊണ്ട് അവൾ നിശബ്ദത പാലിച്ചു. ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് മാഡം. ഈ കുട്ടിക്ക് ഒരു പേഷ്യൻറ്റിനെ നല്ല കെയർ കൊടുക്കാൻ അറിയില്ല. മിന്നു അവനെ രൂക്ഷമായി നോക്കിയിട്ട്. ഇല്ല സഞ്ജയ്, ഇതുവരെ ഇവളെക്കുറിച്ച് അങ്ങനൊരു നെഗറ്റീവ് കമൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. എന്നാൽ സഞ്ജയ് വെറുതെ പറയില്ലല്ലോ. മീര, എന്തായി കേൾക്കുന്നേ? തന്നെക്കുറിച്ച് കംപ്ലൈൻറ്റ് വന്നതുകൊണ്ട് ഈ കെയർ പ്ലാൻ ഞാൻ കട്ട് ചെയ്യുന്നു. നിനക്ക് വേറെ പേഷ്യൻറ്റിനെ തരാം. ഡോൺ വറി സഞ്ജയ്, ഞാൻ വേറെ ആളെ വിടാം ഇങ്ങോട്ട്. മാഡം, ഞാൻ നല്ല കെയർ കൊടുത്തതാ മാഡം. റഫ് കെയർ പ്ലാൻ സബ്മിറ്റ് ചെയ്തു. പ്ലീസ് കട്ട് ചെയ്യല്ലേ. കലങ്ങിയ കണ്ണുകളോടെ മിന്നു മാഡത്തിനെ നോക്കി. നോ മോർ ആർഗ്യുമെൻറ്റ്സ് മീര. പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്ന് നെഗറ്റീവ് വന്നാൽ അതെങ്ങനെയാണ് ശരിയാവുക? ദൈവമേ, കളി കാര്യമായോ? ഒന്ന് മീരയെ ദേഷ്യം പിടിപ്പിക്കാൻ ചെയ്തതാ, പിന്നെ ഇവിടുന്ന് പോകാതിരിക്കാനും. സഞ്ജയ് മനസ്സിൽ ചിന്തിച്ചു. മാഡം, അത് വേണ്ട. ഈ സ്റ്റുഡൻറ്റിനെ മാറ്റണ്ട. ഞാൻ കാരണം ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത് എനിക്കിഷ്ടമല്ല. അയ്യടാ, ഒരു പുണ്യാളൻ. ഇത്രയും കാണിച്ചു വെച്ചിട്ട് പറയുന്ന കേട്ടില്ലേ? ഈ സ്റ്റുഡൻറ്റ് എന്നെ മതി. ഈ കുട്ടിയും പഠിക്കണമല്ലോ കെയർ ചെയ്യാൻ. യു ആർ റൈറ്റ് സഞ്ജയ്. മീര, ഇയാൾ പറഞ്ഞതുകൊണ്ടും തൻ്റെ പേരിൽ ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്തതുകൊണ്ടും ഞാൻ കെയർ പ്ലാൻ കട്ട് ചെയ്യുന്നില്ല. തൻ്റെ ഇന്നത്തെ ബ്രേക്ക് കട്ട് ചെയ്തു. ഫുൾ ടൈം ഈ റൂമിൽ കാണണം കേട്ടോ. ഇതും പറഞ്ഞ് മാഡം സഞ്ജയിനെ നോക്കി ചിരിച്ച റൂമിൽ നിന്ന് പോയി. ദൈവമേ, ഇതെന്തൊരു വിദ്യയാണ്. മിന്നു തലയിൽ കൈവച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു മോളു ചേട്ടൻ്റെ അഭിനയം? എന്നോടൊന്നും കളിക്കാൻ നീ വളർന്നിട്ടില്ല. വളരുമ്പോൾ ഞാൻ പറയാം കേട്ടോ. സത്യം പറയാലോ, ചേട്ടൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. അതുകൊണ്ടാകും മാഡം പണിഷ്മെൻ്റ് തന്നെ. ഇതിലും നല്ലത് പണിഷ്മെൻ്റ് തന്നെയായിരുന്നു. എന്നാ ഐശ്വര്യമായിട്ട് കയറി തുടങ്ങിയോ? എനിക്ക് ടോയ്ലറ്റിൽ പോകണം. ഏട്ടനെ ഒന്ന് പിടിച്ചേ. ചേട്ടൻ ഒന്ന് പോടോ. വേണേ സ്വന്തമായിട്ട് പൊയ്ക്കോ. എന്തായാലും കംപ്ലൈൻറ്റ് വന്നു. എന്നാൽ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ. അതും പറഞ്ഞ് മിന്നു അടുത്തുണ്ടായിരുന്ന ചെയർ വലിച്ചിട്ടിരുന്നു. ഓ അല്ലേ, തൻ്റെ സഹായം കൊണ്ടാണല്ലോ ഇത്രയും നാൾ ഞാൻ ജീവിച്ചേ. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് ഈ കെ ജോസഫ്. എന്നാ ജോസഫ് ചേട്ടൻ തള്ളു നിർത്തിയിട്ട് ചാടാൻ നോക്ക്. അവൻ ബെഡിൽ നിന്ന് എണീറ്റ് വേച്ച് ബാത്റൂമിലേക്ക് നടന്നു. ഇതും നോക്കിയിരുന്നു മിന്നു ചിരിച്ചു. പെട്ടെന്നായിരുന്നു ബാത്റൂമിൽ മുന്നിലെ ചവിട്ടി സഞ്ജുവിനെ ചതിച്ചത്. വീഴാൻ പോയ സഞ്ജുവിനെ മിന്നു ഒരു വിധത്തിൽ പിടിച്ചു. എന്താ കെ ജോസഫേ, ചാട്ടത്തിന് ഒന്നും തീരെ നീളം പോരല്ലോ. പറ്റുന്ന പണിക്ക് വല്ലതും പോയാൽ പോരെ. അത് പിന്നെ ആർക്കും ഒരു അബദ്ധം പറ്റും. എന്നാ ചെല്ല്. അതും പറഞ്ഞ് മിന്നു പഴയ സ്ഥാനത്തേക്ക് വന്നിരുന്നു. അവൻ ബാത്റൂമിൽ പോയി വന്നപ്പോഴേക്കും അവൾ അവനെ ബെഡിൽ കൊണ്ടുപോയി ഇരുത്തി പുറത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ട്രേയുമായി വന്നു. ഇതെന്തിനാ? ഇതോ ചോറുണ്ണാൻ. കണ്ടിട്ട് മനസ്സിലായില്ലേ? വോണ്ട് ഡ്രസ്സ് ചെയ്യാനുണ്ട്. കാല് നീട്ടി വെക്ക്. അവൻ കാല് നീട്ടി വെച്ച് കൊടുത്തു.
എന്നാലും എന്നോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് അറിഞ്ഞില്ല. ഞാനൊന്ന് വീഴുന്നത് പോലും മോൾക്ക് സഹിക്കില്ല. എന്താ ചെയ്യുക, എല്ലായിടത്തും എനിക്കിങ്ങനെ ഫാൻസിനെ കിട്ടും. സൗന്ദര്യം കൂടിപ്പോയി. അത് ഒരു തെറ്റാണോ? അയ്യോ, സ്നേഹിക്കാൻ പറ്റിയിട്ട് മുതൽ. മിണ്ടാതിരുന്നോ, ഇല്ലെങ്കിൽ നഴ്സും ബൈസ്റ്റാൻഡറും ചേർത്ത് ഒരു പ്രയോഗമുണ്ട്, അത് ഞാനെന്നങ്ങ് പ്രയോഗിക്കും. പിന്നെ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. പറഞ്ഞു തീർന്നതും സഞ്ജുവിൻ്റെ ഒരു അലർച്ചയാണ് കേട്ടത്. മനസ്സിലായില്ലേ? അവൾ ആ പ്രയോഗം അങ്ങ് ചെയ്തു. ഇപ്പോൾ മനസ്സിലായില്ലേ ചെയ്യുമോ ഇല്ലയോ എന്ന്? തൻ്റെ ഫാൻസിൻ്റെ കൂട്ടത്തിൽ എന്നെ കൂട്ടാൻ നിൽക്കണ്ട. എനിക്ക് ഫാൻ ആവാൻ വേറെ ആളുണ്ട്. അതുകൊണ്ട് കൊളക്കോഴി ഇപ്പോൾ അടങ്ങിയിരിക്കും. മിന്നു ഡ്രസ്സിങ് കഴിഞ്ഞ് ട്രേയുമായി സ്റ്റേഷനിലേക്ക് പോയി. എഴുതാനുള്ള പേപ്പറെല്ലാം വാരിക്കെട്ടി വന്ന് ടേബിളിലിരുന്ന് എഴുത്തു തുടങ്ങി. സഞ്ജുവിൻ്റെ മുഖം വാടിയിരിക്കുന്നത് മിന്നു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ റൂമിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു. എടാ മീര, എനിക്ക് കെയർ പ്ലാൻ റഫ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് തരുമോ പ്ലീസ്? ഒന്ന് പോയേ അനു, എനിക്ക് കുറേ എഴുതാനുണ്ട്. അപ്പോഴാണ് മിന്നു സഞ്ജുവിനെ ശ്രദ്ധിക്കുന്നത്. അവൻ അനുരാഗ് ആരാണെന്ന ഭാവത്തിൽ നോക്കുകയാണ്. ഇത് കണ്ടതും മിന്നുവിൻ്റെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചു. ഇതെൻ്റെ ലവറാണ് അനുരാഗ്. ഇത് ഇന്നലെ രാത്രി ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ, ആ പേഷ്യൻ്റാണ് സഞ്ജയ് ജോസഫ്. മിന്നു അനുരാഗിന് സഞ്ജുവിനെ പരിചയപ്പെടുത്തി. അവൻ സഞ്ജുവിനെ ഒന്ന് നോക്കി ചിരിച്ചു. എന്നിട്ട് മിന്നുവിൻ്റെ ചെവിലായി, നീ ഇതെന്ത് തേങ്ങയടി പറയുന്നേ? ഞാൻ എപ്പോഴാ? മര്യാദയ്ക്ക് എൻ്റെ കൂടെ നിന്നോ. അതൊരു കൊളക്കോഴിയാണ്. കൂടെ നിന്നാൽ ഞാൻ എഴുതി തരും. ഇല്ലേ, ഞാൻ എപ്പോൾ നിന്നു എന്ന് ചോദിച്ചാൽ പോരേ? എന്താ അവിടെ രണ്ടും കൂടി ഒരു സംസാരം? സഞ്ജു രൂക്ഷമായി നോക്കി ചോദിച്ചു. അതൊക്കെ എന്തിനാണ് തന്നോട് പറയുന്നത്? എൻ്റെ മുത്തിനോട് എനിക്ക് സംസാരിച്ചൂടെ? അല്ലേടാ എന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് കണ്ണിറുക്കി കാണിച്ചു. സഞ്ജുവിൻ്റെ കണ്ണ് നിറഞ്ഞു. അവൻ മുഖം വെട്ടിച്ച് കിടന്നു. എന്നാ ചക്കരെ, ഞാൻ പോട്ടെ, വൈകുന്നേരം വരാട്ടോ, നമുക്ക് ഒരുമിച്ച് പോകാം. നിന്നെ ഞാൻ ബൈക്കിൽ കൊണ്ടുപോയി വിടാം. ശിവനിത് ചളമാക്കും, മിന്നു സ്വയം പറഞ്ഞു. അവൾ ബുക്ക് കൊണ്ട് മുഖം മറിച്ച് സഞ്ജു കാണാതെ കൊളമാക്കാതെന്ന് പോടാ പട്ടി. ചിരിച്ചുകൊണ്ട് അവൻ റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പോഴും എഴുതാൻ മറക്കല്ലേ എന്ന് കയ്യും കൊണ്ട് കാണിച്ചു. ഈ അനുവിൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സഞ്ജുവിനെ നോക്കി. അവൻ അവളെ ഒന്ന് നോക്കി അപ്പുറത്തേക്ക് തിരിഞ്ഞിടന്നു. അവൾ പിന്നെ പോയിരുന്നു തൻ്റെ എഴുത്തിലും. ശ്രദ്ധിച്ചു. ഉച്ചയായപ്പോൾ എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും ഒന്ന് തരുമോ കഴിക്കാൻ? സഞ്ജു ദേഷ്യപ്പെട്ടു. അതിനെന്തിനാ ഇങ്ങനെ അലറുന്നേ? ഇപ്പം തരാലോ. മിന്നു അവനുള്ള ഫുഡും കൊണ്ടുവന്ന് മുന്നിലിരുന്നു. അവൻ അവളുടെ കയ്യിലെ പാത്രം വാങ്ങി സ്വന്തമായി കഴിക്കാൻ തുടങ്ങി. മിന്നു ഇതെല്ലാം ഒരു ചെറു ചിരിയോടെ നോക്കി. ഞാൻ ഫീഡ് ചെയ്യാം. വേണമെന്നില്ല, എനിക്ക് തന്നെ കഴിക്കുന്നതാണ് ഇഷ്ടം. ഓക്കെ, പേഷ്യൻറ്റിൻ്റെ കംഫർട്ടാണ് എനിക്ക് വലുത്. അതും പറഞ്ഞ് അവൾ തൻ്റെ എഴുത്തിൽ ശ്രദ്ധിച്ചു. ഭക്ഷണം എല്ലാം കഴിഞ്ഞ് തന്നെ പോയി കയ്യും കഴുകി സഞ്ജു ബെഡിൽ വന്ന് കിടന്നു. കുറച്ച് കഴിഞ്ഞ് മിന്നു നോക്കിയപ്പോൾ പുള്ളി നല്ല ഉറക്കം. മിന്നു തൻ്റെ എഴുത്തിലെല്ലാം കംപ്ലീറ്റ് ചെയ്ത് പോകാനുള്ള സമയമായപ്പോൾ സഞ്ജുവിനെ വിളിച്ചു. എന്താ? ഞാൻ പോകുക, അത് പറയാൻ വിളിച്ചതാ. അതെന്തിനാ എന്നോട് പറയുന്നേ? ഇത് കൊള്ളാലോ, ഇന്നലെ പറഞ്ഞില്ല എന്നും പറഞ്ഞ് ഇന്ന് പറഞ്ഞു എന്നും പറഞ്ഞ്. നീ ഒന്ന് പോയി തരുമോ? എനിക്കൊന്ന് കിടക്കണമായിരുന്നു. എന്നാ ബൈ. അതും പറഞ്ഞ് അവൾ പോയി. അവൾ പോയതും കണ്ണിൽ നിന്നും പൊടിയാറായ കണ്ണുനീർ അവൻ കൈകൊണ്ട് തുടച്ചു. ഈ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് നീ എൻ്റെ മനസ്സിൽ ഇത്രയും ഇടം പിടിച്ചായിരുന്നോ? പക്ഷേ അതിനായുസ് ഇല്ലാതെ ആയിപ്പോയല്ലോ. അവൻ തലേണയിലേക്ക് മുഖം പൂഴ്ത്തി. പിറ്റേ ദിവസം സഞ്ജു മീര വരുന്നത് നോക്കിയിരുന്നു. പക്ഷേ വാതിൽ തുറന്നു വന്നത് വേറെ ഒരാളായിരുന്നു. താനാരാ? മീര എവിടെ? ഞാൻ ശ്രുതി. മീരയ്ക്ക് ഇന്ന് തൊട്ട് വേറെ വാർഡിലാണ് പോസ്റ്റിംഗ്. അവൾ അങ്ങോട്ട് പോയി. ഞാനാണ് ഇന്ന് തൊട്ട് ചേട്ടൻ്റെ കെയർ ടേക്കർ. അവൾ ചിരിച്ചു. സഞ്ജുവും തിരിച്ചൊരു പുഞ്ചിരി നൽകി. ഇന്ന് ഈവനിങ് ചേട്ടന് ഡിസ്ചാർജാണ് എന്ന് തോന്നുന്നു. സന്ധ്യ ഡോക്ടർ വന്നായിരുന്നോ ഇവിടെ? ആ, താൻ ബ്രേക്കിന് പോയപ്പോൾ വന്നിരുന്നു. അപ്പോൾ ഇന്ന് പോകാമല്ലേ? എന്താ മുഖത്ത് സന്തോഷമൊന്നും ഇല്ലാത്തേ? ഇവിടെ അങ്ങ് ഇഷ്ടമായോ? ചെറുതായിട്ട്. അവൻ വീണ്ടും പുഞ്ചിരിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? അറിയാവുന്നതാണെങ്കിൽ പറയാം. ചേട്ടൻ ചോദിക്ക്. ഈ മീരയും അനുരാഗും തമ്മിൽ ഇഷ്ടത്തിലാണോ? ഇത് കേട്ടതും ശ്രുതി വായ പൊത്തി ചിരിക്കാൻ തുടങ്ങി. ഞാനൊരു സംശയം ചോദിച്ചതിന് താൻ എന്തിനാ ഇങ്ങനെ കളിയാക്കുന്നത്? അറിയില്ലെങ്കിൽ പറയണ്ട. കളിയാക്കിയതല്ല, അവർ എങ്ങാനും സെറ്റായാലുള്ള അവസ്ഥ ആലോചിച്ച് ചിരിച്ചതാ. എനിക്കത് ഓർക്കാനേ വയ്യ. അതെന്താടോ? മീരയും അനുരാഗും കീരിയും പാമ്പും പോലെയാണ്. പക്ഷേ നല്ല കട്ട കമ്പനിയുമാണ്. അതിൻ്റെ ഇടയിൽ സൗഹൃദം മാത്രമേ ഉള്ളൂ. അതും പോരാത്തതിന് അവനാളുണ്ട്. അതിൻ്റെ മീഡിയേറ്റർ തന്നെ അവളാണ്. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിരിക്കാതിരിക്കുമോ? നീ സത്യമാണോ പറയണേ? അവൻ്റെ ചുണ്ടിൽ പ്രതീക്ഷയുടെ പുഞ്ചിരി വിരിഞ്ഞു. ഞാൻ എന്തിനാ നുണ പറയുന്നേ? അല്ലേ, ഇതൊക്കെ ചേട്ടനോട് ആരാ പറഞ്ഞേ? അവർ തന്നെയാ പറഞ്ഞേ. എന്നാ അവർ പറ്റിച്ചതാണ്, അല്ലാതെ അവർ തമ്മിൽ ഒന്നുമില്ല. ഇതേ സമയം പ്രൊസീജിയർ ചെയ്യുവാൻ ഒരു കയ്യിൽ ഗ്ലൗസ് ഇട്ടായിരുന്നു മിന്നു. എടാ മീര, നീങ്ങി വന്നേ. എന്താടി? ശ്രുതി, എനിക്ക് പ്രൊസീജിയർ ചെയ്യാനുണ്ട്, പിന്നെ വരാം.
ഇത് അതിലും വലിയ കാര്യമാണ്. നീ ഇന്നലെ നിന്ന റൂമിലെ പേഷ്യൻറ്റിൻ്റെ എന്തോ വലിയ വിലയുള്ള സാധനം കാണുന്നില്ലെന്ന് നീ എടുത്തു എന്നാ പറയുന്നത്. പുള്ളി കലിപ്പിലാണ്. കംപ്ലൈൻറ്റ് കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്തേലും എടുത്തിരുന്നോ? ഇല്ലടി, അവിടെ ഒരു വിലപ്പെട്ട സാധനവും ഞാൻ കണ്ടില്ല. എന്തായാലും നീ വാ. രണ്ടും കൂടി സഞ്ജുവിൻ്റെ റൂമിലേക്ക് ഓടി. മീരയെ കണ്ടതും സഞ്ജുവിൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അത് മറച്ച് കപട ദേഷ്യത്തിൽ അവളെ നോക്കി. ഞാനൊന്നും ഇവിടെ നിന്ന് എടുത്തില്ലല്ലോ. നീയാ എടുത്തത്, എനിക്കറിയാം. ഇവിടെ എന്തെടുത്തെന്നാ ചേട്ടൻ പറയുന്നേ? എൻ്റെ ഹൃദയം തന്നെ. ഇതിലും വിലപ്പെട്ടത് എന്തെടുക്കാനാ? താൻ ഇതെന്ത് പൊട്ടത്തരാടോ പറയുന്നത്? അതിനെ എൻ്റെ ഹൃദയം ഇവിടെ ഇല്ലെന്നേ, ഇവളെടുത്തു. നീ പൊട്ടത്തരം കേൾപ്പിക്കാൻ വേണ്ടിയാണോ എന്നെ പ്രൊസീജിയർ കളഞ്ഞ് വിളിപ്പിച്ചത്? ഹൃദയമാണ് കളഞ്ഞു പോയതെന്ന് ഞാൻ അറിഞ്ഞില്ലടി. നീ പൊയ്ക്കോ, ഞാൻ പോവുക എന്നും പറഞ്ഞ് മീര തിരിഞ്ഞതും അയ്യോ എനിക്ക് നെഞ്ചു വേദനിക്കുന്നേ. സഞ്ജു കരയാൻ തുടങ്ങി. ശ്രുതിയും മീരയും അവൻ്റെ അരികിലേക്ക് ഓടി വന്നു. എവിടെയാ വേദനിക്കുന്നേ? ഇടനെഞ്ച് എന്നും പറഞ്ഞവൻ മീരയെ ഓളി കണ്ടിട്ട് നോക്കി. ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് അവിടെ കൈവച്ചു. ഇപ്പോൾ വേദനയുണ്ടോ? അവൾ ഭീതിയോടെ ചോദിച്ചു. ഇപ്പോൾ കുറവുണ്ട്. ഇത്രയും നേരം ഹൃദയമിടിപ്പില്ലായിരുന്നു. ഇപ്പം നല്ലതുപോലെ ഇരിക്കുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, എൻ്റെ ഹൃദയം താൻ എടുത്തുന്ന്. താൻ പോകുമ്പോൾ ഇത് നിശ്ചലാകും. വരുമ്പോൾ വല്ലാതെ ഇടിക്കും. അതും പറഞ്ഞ് അവൻ്റെ കൈ അവളുടെ കയ്യിൽ വെച്ചു. അവൾ പെട്ടെന്ന് കൈവലിച്ചു. ഇതിന് മരുന്നൊന്നും ഇല്ല ചേട്ടാ, ശ്രുതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആര് പറഞ്ഞു? ഇതിനുള്ള മരുന്ന് ദേ ഈ കുട്ടിയുടെ കയ്യിലുണ്ട്. തൻ്റെ ഹൃദയം ഇങ്ങ് തന്നേരെ. ഞാൻ ദേ ഇവിടെ എൻ്റെ നെഞ്ചിലിട്ട് പൊന്നുപോലെ നോക്കിക്കോളാം. ഇത് കേട്ട് മീര സ്തംഭിച്ചു നിന്നു. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ആ കഴുത്തിൽ ഞാൻ കെട്ടിയ മിന്നു ഉണ്ടാകും. കള്ളച്ചിരിയോടെ സഞ്ജു പറഞ്ഞു. എടീ, ഇങ്ങർക്ക് എന്തോ കൂടിയതാ. നീ പെട്ടുമോളേ. പിന്നെ ഇയാൾ പറയുമ്പോൾ കെട്ടാനായിട്ട് ഞാൻ കഴുത്ത് നീട്ടി തരുമല്ലേ? നീ തരും മോളെ. ഈ സഞ്ജുവിൻ്റെ ജീവിതത്തിൽ ഇനിയൊരു പെണ്ണേ ഉള്ളൂ. അത് നിൽക്കുന്ന മീരയാണ്. സ്വന്തം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഞാനും കൂടെ സമ്മതിക്കണ്ടേ? അല്ല ചേട്ടാ, ചേട്ടൻ അവളുടെ വീടറിയോ, നാടറിയോ, അറ്റ്ലീസ്റ്റ് മുഖമെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നിട്ടാണ് വീമ്പ് പറയുന്നത്. ഓരോ മയത്തിലൊക്കെ ഈ സഞ്ജുവിന് ഒരു വാക്കേ ഉള്ളൂ. ഞാൻ കറുത്തിട്ടാണ്, എൻ്റെ വായ ഒരു സൈഡിലേക്ക് ഓടിയിട്ടാണ്. എനിക്ക് കോങ്ങണ്ണുണ്ട്. എന്നാ ഇഷ്ടാവോ? ഞാനതിന് നിന്നെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഇനി നീ എത്ര വികൃത രൂപമാണെങ്കിലും ഞാൻ നിന്നെ കൊണ്ടേ പോകൂ. നിന്നെ ആരെങ്കിലും മിന്നു കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഈ സഞ്ജു ആയിരിക്കും. സ്വന്തം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഞാൻ സമ്മതിക്കണ്ടേ? നീ സമ്മതിപ്പിക്കും. നിന്നെ സമ്മതിപ്പിക്കാൻ എനിക്കറിയാം. നമുക്ക് കാണാം. കാണാം. നീ കാത്തിരുന്നു, ഞാൻ വരും നിന്നെ കെട്ടാൻ. നിന്നെ ഞാൻ കണ്ടുപിടിക്കും. എനിക്കതിന് നിന്റെ മേൽവിലാസം ഒന്നും വേണ്ട. ഈ കണ്ണുകളും ഈ ശബ്ദവും മതി. കഥയെല്ലാം കഴിഞ്ഞ് മിന്നു താടയ്ക്ക് കയ്യും കൊടുത്തിരുന്നു. അപ്പോൾ ശ്രീയാണെ ബെഡിൽ കിടന്ന് ചിരിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ഒരാണ്ടിൻ്റെ ചിരി. മനുഷ്യനിവിടെ മുള്ളിലാ നിൽക്കുന്നത്. അപ്പോഴാ നീ അവിടെ മുള്ളി ഓടി പറ്റി, ശ്രീ വിളിച്ചു കൂവി. മിന്നു നോക്കിയതും മുള്ളി എന്നല്ലടി പറഞ്ഞത്, മുള്ളിലാ നിൽക്കുന്നതെന്ന്. നിനക്ക് ചെവി കേട്ടൂടെ? എന്നാലും ഇവളാ എല്ലാവർക്കും പണി കൊടുക്കാറ്. ഇതാദ്യമായിട്ടാ ഒരൊന്നൊന്നര പണി ഇവൾക്ക് കിട്ടിയത്. എനിക്ക് സന്തോഷമായി മോളെ. എൻ്റെ ജീവിതം ധന്യമായി. ഇനി സഞ്ജുവിനൊന്ന് മനസ്സിലായാൽ കൂടി മതി. പറയാൻ പറ്റില്ല ശ്രീ. അങ്ങേരുടെ പറച്ചിൽ കേട്ടിട്ട് ഈ ചീവിടിനെ കൊണ്ടേ പോകുമെന്നാ തോന്നുന്നേ. രണ്ടെണ്ണം കൂടി എന്നെ വട്ടാകല്ലേ. ഞാനിവിടെ കിളിയെല്ലാം പോയിരിക്കുക. അതിനെ പിടിക്കാനൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇതല്ലല്ലോ പ്രശ്നം. അങ്ങേരൊരു കൊല്ലം മുമ്പ് കണ്ടതാ നിന്നെ. കണ്ടു എന്നും പറയാൻ പറ്റില്ല. നിന്റെ ശബ്ദവും കണ്ണും വെച്ചു. എങ്ങനെ കണ്ടുപിടിക്കാനാ? പിന്നെ നിന്റെ ഈ ചട്ടി മോന്ത കൊണ്ട് ചെന്ന് നീയാണ് ചീവിടെന്ന് പറഞ്ഞാൽ പുള്ളി അപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്തോളും. അതുകൊണ്ട് സേഫാ. അപ്പോൾ പേടിക്കണ്ട എന്ന രീതിയിൽ മിന്നുവിനെ നോക്കി. അതെന്താടി, എൻ്റെ മുഖം അത്രയ്ക്ക് കൊള്ളൂലേ? നീ ഇനി അതിനെ ദേഷ്യപ്പെടണ്ട. അവളൊരു തമാശ പറഞ്ഞതാ. പുള്ളി ഒരു വാശിപ്പുറത്ത് പറഞ്ഞതായിരിക്കും. നിന്നെ ഓർക്കുന്നു പോലും ഉണ്ടാകില്ല. നീ വെറുതെ ടെൻഷൻ അടിക്കേണ്ട. എന്നാലും ഇനി എങ്ങാനും ഒരെന്നാലും ഇല്ല. നീ കിടക്ക്. രാവിലെ എനിക്ക് ചവിട്ടി എഴുന്നേൽപ്പിക്കാനുള്ളതാ. എൻ്റെ ഈശോയെ, എന്താടി അപ്പൂ? അച്ഛ എൻ്റെ 5 മിസ് കോള്. ഇന്ന് എൻ്റെ കഥ തീർന്നു. ഞാനൊന്ന് വിളിക്കട്ടെ. ഇനിയിപ്പോൾ 2 മണിക്ക് നോക്കിയാൽ മതിയോ അപ്പൂ? അതിനാദ്യം അങ്ങേര് എടുക്കുമെന്ന് നോക്കട്ടെ. അതും പറഞ്ഞവൾ ബാൽക്കണിയുടെ അടുത്തേക്ക് പോയി. ശ്രീ കിടന്ന വഴി ഉറങ്ങി. മിന്നുവിനാണെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. അജുവേട്ടാ, ഇവിടം കൂടി. എന്ത്? മിന്നു ബെഡിൽ തിരിഞ്ഞിരുന്നു. ഉമ്മയോ? എന്താ അജുവേട്ടാ, പ്ലീസ് ആദ്യം പോയി ഇഷ്ടമാണെന്ന് പറയടി. അവളുടെ ഒരു ഉമ്മ. മിന്നു തലേന്നെടുത്ത് അവളുടെ നേരെ തിരിഞ്ഞു. അയ്യോ, അച്ഛൻ വന്നേ. അച്ഛാ, തല്ലല്ലേ.
ശ്രീ കാറിക്കൊണ്ട് എണീറ്റ് ചുറ്റും നോക്കി. അപ്പോഴാണ് തന്നെ നോക്കി ചിരിക്കുന്ന മിന്നുവിനെ കണ്ടത്. ഓ, നീയായിരുന്നോ? പിന്നെ ആരാ? അജുവേട്ടനാണെന്നോ വിചാരിച്ചേ? എത്ര എണ്ണം കിട്ടി? എന്ത്? അല്ല, ഉമ്മ. അതിന് നീ സമ്മതിച്ചോ? ഉണർന്നിരിക്കുമ്പോഴും സ്വസ്ഥത തരില്ല. ഉറക്കത്തിലെങ്കിലും ഇച്ചിരി താടി. ഇനി എന്നെ അങ്ങനെ വിളിച്ചാ നിൻ്റെയൊക്കെ കൂടെ എങ്ങനെ ഞാൻ വിശ്വാസത്തോടെ കിടക്കോടി? എങ്കിൽ മോൾ അപ്പുറത്തെ റൂമിൽ പോയി കിടന്നോ. അതും പറഞ്ഞ് അവൾ ഉറക്കത്തിലേക്ക് വീണു. അപ്പോൾ ആണെങ്കിൽ അവിടെ സൊള്ളിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ വേറെ ഒന്നിങ്ങനെ. ദൈവമേ, എനിക്ക് നീ മാത്രം തുണ. അവളുടെ ചിന്തകൾക്കിടയിൽ അറിയാതെ അവൾ മയങ്ങിപ്പോയി. പിറ്റേ ദിവസം സ്ഥിരം കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് മൂന്നും കൂടി ഹോസ്പിറ്റലിലെത്തി. മിന്നുവിനാണെങ്കിൽ കൈയും കാലും വിറച്ചിട്ട് ഒരു രട്ടി പോലും നടക്കാൻ വയ്യ. എൻ്റെ മിന്നുസേ, നീ ഇങ്ങനെ പേടിക്കാതെ. പുള്ളിക്ക് നിന്നെ ഓർമ്മ പോലും ഉണ്ടാകില്ല. അതല്ലപ്പൂ, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. തേജു ഇന്ന് ഔട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞായിരുന്നു. ബെസ്റ്റ്, നിനക്ക് ഈ മാസം അടിപൊളിയാണല്ലോ. ശ്രീ അതും പറഞ്ഞ് അവളുടെ കയ്യും വലിച്ച് മുന്നോട്ട് നടന്നു. എടി, ഞാൻ പോകുകയാണ്. ദേ പുള്ളി വരുന്നുണ്ട്. ചോദിച്ചാ ഞാൻ ഡ്യൂട്ടിക്ക് കയറിയെന്ന് പറഞ്ഞേരെ. അതും പറഞ്ഞ് മിന്നു ഓടി. ഹലോ ശ്രേയ, ഇന്ന് നിനക്കടി ഓഫർ. എന്താന്ന് വെച്ചാ പറയാൻ നോക്ക്, ഞാൻ നടക്കാം. അങ്ങനെ എന്നെ മാത്രം ഒറ്റയ്ക്കാക്കണ്ട, നീ നിൽക്ക്. അപ്പുവിൻ്റെ കയ്യിൽ ശ്രീ ബലമായി പിടിച്ചു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വേർ ഈസ് മീര? സാർ, ഷീ വെൻ ടു ഹോസ്പിറ്റൽ ഏർലി. വൈ? വൈ എന്ന് വെച്ചാ ടു കം വിത്ത് യു ഇൻ ദ ഈവനിങ്. റിയലി? എടി, നിന്നോട് ഞാൻ അവൾക്കിട്ട് പണിയാനല്ല പറഞ്ഞത്. എൻ്റെ അപ്പോൾ ഒരു അബദ്ധത്തിൽ വന്നു പോയതാണ്. ഓക്കെ ദെൻ ടെൽ ഹെർ വിൽ പിക്ക് ഹെർ ഫ്രം ദ പാർക്കിംഗ് ഏരിയ. ഇതും പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് തേജസ് പോയി. മിന്നുവിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ശ്രീ കൈ തട്ടി പറഞ്ഞു. എനിക്ക് തോന്നുന്നേ ഇത് അവൾ അറിഞ്ഞാൽ നിനക്കൊരു റീത്ത് വാങ്ങേണ്ടി വരും എന്നാണ്. എടി, നീ ചതിക്കല്ലേ. ഇതെങ്ങാനും അവൾ അറിഞ്ഞാൽ എൻ്റെ കാര്യം ഹുദാ. ഹവ പറയല്ലേ മുത്തേ. ഇല്ല, ഞാനായിട്ട് പറയില്ല. ഇനി നീയായിട്ട് പറയാതിരുന്നാൽ മതി. മിന്നുവിൻ്റെ വാർഡിൻ്റെ മുമ്പിലെത്തി രണ്ടും നിന്നു. എടാ, പുള്ളിയോട് പറഞ്ഞില്ലേ വരില്ലാന്ന്? എല്ലാം സെറ്റല്ലേ? പിന്നെ ശ്രീ എല്ലാം പറഞ്ഞു, റെഡി ആക്കിയിട്ടുണ്ട്. ആന്നേ, ഒരു 4 മണിയാകുമ്പോൾ പാർക്കിങ്ങിലോട്ട് ചെന്നാൽ മതി. ഇതും പറഞ്ഞ് അപ്പുവിനെ വിളിച്ച് ശ്രീ ഓടി. മിന്നു അവർ രണ്ടിനെ കൂർപ്പിച്ച് നോക്കി. അവർ രണ്ടുപേരും നേരെ ചെന്നത് അജിത്തിനെ കാണാനായിരുന്നു. അജുവേട്ടാ, എങ്ങനെയുണ്ട്? ശ്രീ തിരക്കി. വലിയ മാറ്റമൊന്നുമില്ല, എന്നാലും ചെറിയ കുറവുണ്ട്. അല്ല, മിന്നു എവിടെ? അവൾക്ക് തലയിറക്കം കുറവുണ്ടോ? ഉണ്ണി തിരക്കി. അതിന് ഉണ്ടെങ്കിലല്ലേ കറങ്ങൂ. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത്. അവൾക്ക് കുറവുണ്ട് ഉണ്ണിട്ടാ. അപ്പോൾ നോക്കുമ്പോൾ സഞ്ജു തലയിൽ കൈയും വെച്ചിരിക്കുകയാണ്. എന്താ, സഞ്ജുവേട്ടന് സുഖമില്ലേ? ഞാൻ ഓൾറൈറ്റാണ്. അവൻ ഒരു നിരാശയോടെ പുഞ്ചിരിച്ചു. അല്ലല്ലോ, കാര്യം എന്തോ കുഴപ്പമുണ്ടല്ലോ. സഞ്ജുവേട്ടൻ്റെ മുഖം കണ്ടാലറിയാം. ശ്രീ തിരക്കി. അതെന്താണോ എന്തോ, ഇവന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അവളെയും തപ്പി നടപ്പാണ്. ഒരു കൊല്ലായിട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ചക്കു നിരാശയോടെ പറഞ്ഞു. എടി, പുള്ളി ഇപ്പോഴും മിന്നുവിനെ തപ്പി നടക്കുവാന്ന്. നീയൊന്നും മിണ്ടാതിരിക്ക് ശ്രീ, അവർ കേൾക്കും. സഞ്ജുവേട്ടന് അതെന്താ ആളെ അറിയില്ലേ? അതാണ് കുഴപ്പം. ഇവൻ അവളുടെ മുഖം കണ്ടിട്ടില്ല. അജു ചിരിച്ചു. നീ നോക്കിക്കോ, ഞാൻ അവളെ കണ്ടുപിടിച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. സഞ്ജുവിന് ദേഷ്യം പിടിച്ചു. ചൂടാവതേ സഞ്ജുവേട്ടാ, ഇതൊക്കെ വെറുമൊരു തോന്നലാ. ചേട്ടന് വേറെ നല്ല കുട്ടിയെ കിട്ടും. അപ്പു പറഞ്ഞു. ഇല്ലപ്പോ, എനിക്ക് ഈ ജീവിതത്തിൽ അവളല്ലാതെ മറ്റൊരാളെ കാണാൻ പറ്റില്ല. സഞ്ജു സങ്കടത്തോടെ പറഞ്ഞു. അയ്യോടീ പാവം, നമുക്കങ്ങ് പറഞ്ഞാലോ മിന്നുവാന്ന്. ശ്രീ, നീ മിന്നുവിൻ്റെ മുഖം ഒന്ന് മനസ്സിൽ കണ്ടേ, എന്നിട്ട് ആലോചിക്ക് പറയണമെന്ന്. ശ്രീ എന്തോ ഓർത്ത പോലെ വേണ്ട എന്ന് പറഞ്ഞു. ഇവർ ചേരേണ്ടവരാണേ ദൈവം തന്നെ ചേർക്കട്ടെ. ഹാ, ശരിയാ. സഞ്ജുവേട്ടൻ ആത്മാർത്ഥമായി ആ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടേ ഇവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. ഇത് പറഞ്ഞതും അപ്പോൾ ശ്രീയുടെ കയ്യിൽ പിടിച്ച് ഞെക്കി. അതെന്താടോ അങ്ങനെ പറഞ്ഞേ? അജു ഇടയിൽ കയറി. അതിവിടെ കുറേ മലയാളികൾ ഉണ്ടല്ലോ, അതാ. അപ്പോൾ ഒരു വിധത്തിൽ ഒപ്പിച്ചു. സഞ്ജു അതിനും ഒന്ന് പുഞ്ചിരിച്ചു. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനൊന്ന് ഫ്ലാറ്റിൽ പോയിട്ട് വരാം. അതും പറഞ്ഞ് സഞ്ജു റൂമിൽ നിന്നിറങ്ങി. ഞങ്ങളും പോവാ, ഡ്യൂട്ടിക്ക് കയറാൻ ടൈമായി. ശ്രീയെ നോക്കിയപ്പോൾ അവളും അജുവും തമ്മിൽ കണ്ണും കണ്ണും കളിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടവൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ശ്രീയെ വലിച്ചുകൊണ്ട് പോയി. മിന്നുവും കീർത്തുവും കൂടി റൗണ്ട്സിന് പോയി. 312 എത്തിയപ്പോൾ ഞാൻ ഇല്ല ചേച്ചി, പൊയ്ക്കോ. മിന്നു പിന്മാറി. അതെന്താടേ നിനക്ക്? ഇങ്ങ വാ. മിന്നുവിനെ വലിച്ച് കീർത്തി റൂമിൽ കയറി. അവൾ റൂമിൽ മൊത്തം പരുതി നോക്കുന്നത് കണ്ട് ചക്കു ചോദിച്ചു. നീ ആരെയടി നോക്കുന്നേ? ആരെയില്ല. നിന്റെ ക്ഷീണമൊക്കെ മാറിയോ? സഞ്ജു അവിടെ ഇല്ലെന്നറിഞ്ഞതും ഇന്ന് പഴയ ആളായി മാറി. കത്തിവെപ്പെല്ലാം കഴിഞ്ഞ് രണ്ടും കൂടെ പുറത്തിറങ്ങിയപ്പോൾ കണ്ടു വാതിലിൻ്റെ അവിടെ നിൽക്കുന്ന സഞ്ജുവിനെ. അവൻ അവരെ നോക്കി പുഞ്ചിരിച്ചു. അവർ തിരിച്ചു.
എടാ ഉണ്ണി, ആ സൗണ്ട് നല്ല പരിചയമുള്ളതുപോലെ. സഞ്ജു തലയെ കൈവച്ച് ഉണ്ണിയോട് പറഞ്ഞു. ഏത് സൗണ്ടാടാ? ചക്കു കൗതുകത്തോടെ ചോദിച്ചു. ഞാൻ വന്നപ്പോൾ ഇവിടെ 2 പേര് വർത്തമാനം പറഞ്ഞില്ലായിരുന്നു. എൻ്റെ ചീവിട്ടിൻ്റെ സൗണ്ട് പോലെ ഉണ്ടിടാ. ഒന്ന് നമ്മുടെ മിന്നു, മറ്റേത് കീർത്തി. അജിത്ത് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തു. എടാ, കീർത്തിയുടെ കല്യാണം കഴിഞ്ഞതാ. ഇനി അവളെങ്ങാനും ആണോ? അയ്യോ, കാത്തിരുന്നത് വെറുതെ ആകുവാടാ. ഉണ്ണി അവനെ നോക്കി. എടാ, അവനൊരു സംശയം പറഞ്ഞതല്ലേ, ഇത് ചീവിട്ട് തന്നെ ആകണമെന്നില്ലല്ലോ. അജിത്ത് സഞ്ജുവിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്കി. എന്നാലും സഞ്ജു വേറെ എവിടെയോ ആയിരുന്നു. അതിന് ഒരു ഐഡിയ ഉണ്ട്. നീ സ്റ്റേഷനിൽ പോയി കീർത്തിയോട് ഇവൻ്റെ ക്യാനുലയിട്ട കയ്യിൽ വേദനയാണെന്ന് പറ. അപ്പോൾ അവൾ നിന്നോട് സംസാരിക്കുമ്പോൾ അറിയാം. നീ മുത്താണടാ, മുത്ത്. ഞാൻ പോയിട്ട് വരാം. ഇതും പറഞ്ഞ് സഞ്ജു സ്റ്റേഷനിലേക്ക് ഓടി. ഇവൻ എന്താടാ ഇങ്ങനെ? അജിത്ത് അതിശയത്തോടെ ചോദിച്ചു. വട്ട് പിടിച്ചിരിക്കുക. ഉണ്ണി ചിരിച്ചു. സഞ്ജു നഴ്സിംഗ് സ്റ്റേഷൻ്റെ മുമ്പിലെത്തി. അവനെ കണ്ടതും മിന്നു എഴുത്തിൽ ശ്രദ്ധിച്ചു. അവൻ കീർത്തിയെ വിളിച്ചു. എന്തൊക്കെയോ പറഞ്ഞ് ഇടയ്ക്ക് തലപൊക്കി നോക്കിയപ്പോൾ സഞ്ജു നോക്കിയതും അവൾ പിന്നെ നേരെ കമ്പ്യൂട്ടറിലേക്ക് നോക്കി. കുറച്ചു കഴിഞ്ഞ് അനക്കമൊന്നും കേൾക്കാതെ നോക്കിയപ്പോൾ രണ്ടിനെയും കാണുന്നില്ല. കുറച്ചു കഴിഞ്ഞ് കീർത്തി വന്നു. എടാ, അജിത്തിൻ്റെ ക്യാനുല മാറ്റിയിട്ട് വരാം. ഇൻഫ്ലമേഷൻ ഉണ്ട്, നീ പോയിട്ട് വാ. കീർത്തി പോയതും ഉണ്ണി സഞ്ജുവിൻ്റെ അടുത്തേക്ക് വന്നു. എടാ, കീർത്തിയാണോ? കീർത്തി അല്ലേടാ, ഇനി മിന്നു ആണോടാ? ചക്കു സംശയം പറഞ്ഞു. അതെന്താ? എടാ അജിത്തേ, സഞ്ജു വരുന്നതുവരെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന പെണ്ണാണ്. ഇന്ന് ഒരു തവണയാ വന്നേ, അതും ഇവനില്ലാത്തപ്പോൾ. അതുമല്ല, ഇന്നലെ ഇവൻ വന്നപ്പോൾ അവൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ആയത് കണ്ടില്ലേ? കൂട്ടി വായിക്കുമ്പോൾ അവൾക്ക് നിന്നെ മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. അതുമല്ല, നിനക്ക് അവളുടെ സൗണ്ട് അറിയാം. അതായിരിക്കും അവൾ ഇന്നലെ അങ്ങനെ സംസാരിച്ചത്. നീ കൊള്ളാല്ല ചക്കു. എനിക്കും തോന്നുന്നു അവളാണെന്ന്. ഇനി അവളല്ലെങ്കിൽ നമ്മൾ നാണം കെടും. അതിനൊരു വഴി ചക്കുവിൻ്റെ മുമ്പിൽ തെളിയുന്നുണ്ട്. ആ ചീവിയുടെ മിന്നു ആണെങ്കിൽ അതിന്ന് തന്നെ ഞാൻ തെളിയിച്ച് നിന്റെ കയ്യിൽ തന്നിരിക്കും സഞ്ജു. ചക്കു സഞ്ജുവിന് വാക്കുകൊടുത്തു. ഹലോ, എല്ലാവരും ഉണ്ടല്ലോ. എന്താണ് ചേട്ടാ ഇവിടെ താമസാക്കിയോ? വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് ശ്രീയും അപ്പവും അവരുടെ അടുത്ത് വന്ന് തിരക്കി. ആ, എനിക്ക് ഹോസ്പിറ്റൽ അങ്ങ് ഇഷ്ടമായി, അതുകൊണ്ട് പോകുന്നില്ല എന്ന് വിചാരിച്ചു. അജു ചെറു ചിരിയോടെ ശ്രീയെ നോക്കി. എടാ ഉണ്ണി, മിന്നു വന്നില്ലല്ലോ, പണി പാളോ? വന്നില്ലേ നമുക്ക് വിളിച്ചു വരുത്താം. എന്താ രണ്ടും കൂടെ സ്വകാര്യം പറയുന്നേ? അല്ലടി, ത്രിമൂർത്തികളുടെ ഒന്ന് എവിടെ? അതിനെ കണ്ടില്ലല്ലോ ഇങ്ങോട്ട്. അവൾ ഇങ്ങോട്ട് വന്നില്ലേ എന്ന്. സമയം 4 ആയല്ലോ. എങ്കിൽ തേജസിൻ്റെ കൂടെ ഔട്ടിങ്ങിന് പോയി കാണും. ഇനി അവളെ ശരിക്കും പോയി കാണുമോ വിചാരിച്ചു. അജു ചെറു ചിരിയോടെ ശ്രീയെ നോക്കി. എടാ ഉണ്ണി, മിന്നു വന്നില്ലല്ലോ, പണി പാളുവോ? വന്നില്ലേ നമുക്ക് വിളിച്ചു വരുത്താം. എന്താ രണ്ടും കൂടെ സ്വകാര്യം പറയുന്നേ? അല്ലടി, ത്രിമൂർത്തികളുടെ ഒന്ന് എവിടെ? അതിനെ കണ്ടില്ലല്ലോ ഇങ്ങോട്ട്. അവൾ ഇങ്ങോട്ട് വന്നില്ലേ ഇന്ന്. സമയം 4 ആയല്ലോ. എങ്കിൽ തേജസിൻ്റെ കൂടെ ഔട്ടിങ്ങിന് പോയി കാണും. ഇനി അവൾ ശരിക്കും പോയി കാണുമോ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അതും പറഞ്ഞ് അപ്പോൾ മിനുവിനെ ഫോണിൽ വിളിച്ചു. അവൾ എവിടെ പോയടാ ഉണ്ണി? എൻ്റെ പ്ലാൻ വെള്ളത്തിലായോ? വെള്ളത്തിലായെന്നാ എനിക്ക് തോന്നുന്നേ ചക്കു. സാരമില്ല, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. അപ്പോഴേക്കും അപ്പു ഫോൺ വിളി കഴിഞ്ഞ് വന്നിരുന്നു. പെട്ടെന്നായിരുന്നു മിന്നു വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയത്. അവൾ ആകെ വിയർത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. വന്ന പാടെ ശ്രീയുടെ കൈക്ക് ഒരെണ്ണം കൊടുത്തു. നീ എന്താടി അങ്ങേരോട് പറഞ്ഞേ? എന്താടാ കിതയ്ക്കുന്നേ? അപ്പു അടുത്തേക്ക് വന്നു. പോടാ ഉണ്ണി, എൻ്റെ പ്ലാൻ അങ്ങനെ ഫ്ലോപ്പൊന്നും ആകില്ല. ദേ വന്നത് കണ്ടില്ലേ? ചക്കു കണ്ണുകൊണ്ട് മിന്നുവിനെ കാണിച്ചു. ഉണ്ണി കൈയും കൊണ്ട് ഡൺ എന്ന് കാണിച്ചു. ആ തേജസ് എന്നെ തപ്പി ഇങ്ങോട്ട് വരും. ഞാൻ അവിടെ ബെഡിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കാം. നീ ഞാൻ ഇവിടെ അല്ലാന്ന് പറഞ്ഞേക്കണം കേട്ടോ. അയ്യോ, പണി പിന്നെയും പാളിയോ? നീ ബാത്റൂമിൽ പോയി കയറിക്കോ, ചക്കു ഉറക്കെ പറഞ്ഞു. വേണ്ട ചക്കുവേട്ടാ, അങ്ങേര് ചിലപ്പോൾ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ കുടുങ്ങില്ലേ? ബെഡിൻ്റെ ബാക്കാണ് സേഫ്. അതും പറഞ്ഞ് അവൾ പെട്ടെന്ന് ശ്രീയുടെ നേരെ നോക്കി. ഇനി എന്തേലും അബദ്ധം പറഞ്ഞാൽ ഞാൻ നിന്നെ പങ്ങിക്കിടും, നോക്കിയോ. പിന്നെ ഓടി ബെഡിൻ്റെ ബാക്കിൽ പോയി ഒളിച്ചിരുന്നു. ബെഡ്ഷീറ്റിന് നല്ല ലെങ്ത് ആയതുകൊണ്ട് പുറകിൽ ആരുമില്ലെന്ന് കാണില്ലായിരുന്നു. എടാ, ഇന്ന് നമ്മൾ 3 നാണം കിടും, നോക്കിക്കോ. അജു ഉണ്ണി കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. എനിക്കതല്ല, അവിടെ ഇനി എന്താ നടക്കുക എന്നോർത്താ ഉണ്ണി ആദ്യ പിടിച്ചു. എന്നാ അവിടെ മിന്നു ഇരുന്ന് പുറകോട്ട് നീങ്ങിയപ്പോൾ എന്തിലോ ഇടിച്ചു. അവൾ പെട്ടെന്ന് മുമ്പിലുള്ള ആളുടെ വാ പൊത്തിപ്പിടിച്ചു. ചക്കരക്കുട്ടിയല്ലേ, മിണ്ടല്ലേ, ഞാൻ കോലൂട്ടായി വാങ്ങിത്തരാം. ഇതും പറഞ്ഞ് അവൻ്റെ വായിൽ നിന്നും കൈയെടുക്കാതെ തേജസ് വന്നോ എന്ന് നോക്കി. അല്ല, ഞാൻ ആരെയാ വായ പൊത്ത് പിടിച്ചിരിക്കുന്നത്? ഇത് ഓർത്ത് മിന്നു ആ മുഖത്തേക്ക് നോക്കി. പിന്നിൽ ആരാണെന്ന് അറിയാൻ നോക്കിയ മിന്നു ഞെട്ടി. സഞ്ജു ആണത് എന്ന് മനസ്സിലായതും മിന്നുവിൻ്റെ നെഞ്ചൊന്ന് കാളി. എന്നാൽ സഞ്ജുവിൻ്റെ കണ്ണുകളിൽ അവൾക്ക് ആ വലയത്തിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. ഇതേ സമയം തേജു വന്ന് ശ്രീയുടെയും അപ്പുവിൻ്റെ അടുത്ത് മിന്നുവിനെ തിരക്കി. എന്നാൽ തേജു പറയുന്നതൊന്നും മിന്നുവിനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അവൾ വേറെ ഏതോ ലോകത്തായിരുന്നു.
ശ്രീയുടെ പരിശ്രമത്തിനു ശേഷം അവസാനം തേജസ് റൂമിൽ നിന്നിറങ്ങി. പെട്ടെന്നാണ് ബെഡിന്റെ പുറകിൽ നിന്നും മിന്നുവിന്റെ അലർച്ച കേട്ടത്. അപ്പുവും ശ്രീയും അങ്ങോട്ടേക്ക് നോക്കി. അജിത്തിന്റെ, ഉണ്ണിയുടെയും ചക്കുവിന്റെയും കാര്യം പറയണ്ടല്ലോ, അവരെല്ലാം കിളി പോയിരിക്കുകയാണ്. മിന്നു കയ്യും കുടങ്ങി ചാടി എണീറ്റു. പിന്നാലെ സഞ്ജു. ഇതെവിടെന്ന് വന്നടി? സഞ്ജുവിന്റെ വരവ് കണ്ട് അപ്പു അതിശയിച്ചു. എന്തു പറ്റി മിന്നു? ചക്കു സഞ്ജുവിനെ ഒന്ന് അടിമുടി നോക്കി അവളുടെ അടുത്തേക്ക് ചെന്നു. അതോ, ഒരു പേപ്പട്ടി കടിച്ചതാ. അവൾ വീണ്ടും കൈകൾ കുടഞ്ഞു. നീ എന്തിനാടാ മിന്നുവിനെ കടിച്ചത്? ഉണ്ണി അവൻ്റെ ചെവിയിൽ ചോദിച്ചു. എടാ, സ്വപ്നമാണോ എന്നറിയാനാ. സഞ്ജു മിന്നുവിനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ഉണ്ണി അവനെ നോക്കി. സഞ്ജു ഉണ്ണിയെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ച് തോളിൽ മുഖം വെച്ചു. ഇതെൻ്റെ ചീവീടാടാ. ഉറപ്പാണോ? അതേടാ, അവസാനം ഞാൻ കണ്ടുപിടിച്ചടാ. സഞ്ജു നാണത്തോടെ തോളിൽ മുഖം പൂഴ്ത്തി. അയ്യടാ, ചെക്കൻ്റെ ഒരു നാണം. അങ്ങ് നേരെ നിന്നേ. ഉണ്ണി അവനെ തോളിൽ നിന്ന് മാറ്റി. ഇത് കണ്ട അജുവും ചക്കുവും കണ്ണുകൊണ്ട് എന്തായെന്ന് ചോദിച്ചു. ഉണ്ണി കണ്ണിറക്കി. അവൾ തന്നെയാണ്, അവരോട് പറഞ്ഞു. രണ്ടുപേരും പുഞ്ചിരിച്ചു. ചക്കു അവൻ്റെ അടുത്ത് വന്ന്, ഉറപ്പല്ലേടാ? ഇടാ, എനിക്ക് അവളുടെ കണ്ണ് കണ്ടാൽ മനസ്സിലാകും. ഇതെൻ്റെ ആടാ. സഞ്ജുവിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുന്നുണ്ടായിരുന്നു. ഇതേ സമയം വാതിൽ തുറന്ന് തേജസ് അകത്തേക്ക് വന്നു. വാട്ട് ഹാപ്പൻ? അവൻ മിന്നുവിനെ അവിടെ കണ്ട് ഞെട്ടി. അവളുടെ നേരെ നീങ്ങുന്ന തേജസ്സിനെ കണ്ടതും അപ്പു എല്ലാം കൈവിട്ടു. മോളേ, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പുവും ശരിവച്ചു. വാട്ട് ഹാപ്പൻ മീര? വൈ ആർ യു ഹിയർ? പക്ഷേ ഇതിനുള്ള മറുപടി മീരയുടെ കയ്യിലില്ലായിരുന്നു. അവൾ സഞ്ജുവിനെ ഒന്ന് തറപ്പിച്ചു നോക്കി. അവൻ അപ്പോഴും അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ എന്ത് പറയണമെന്നറിയാതെ തപ്പിക്കളിക്കുന്നത് കണ്ട് തേജസ് അവളുടെ കയ്യിൽ പിടിച്ചു. കം വിത്ത് മീ, ഐ വാണ്ട് ടു ടോക്ക് ടു യു. അവൾ ദയനീയമായി അപ്പുവിനെ ശ്രീയെ നോക്കി. അവർ തിരിച്ചും. ഇവനെ ഇന്ന് ഞാൻ. എടാ, അവർ തമ്മിൽ എന്താ പ്രശ്നം എന്ന് നമുക്കറിയില്ല. ഇതിവിടെ വരെ പോകുന്നു എന്ന് നോക്കട്ടെ, നീ ഒന്നടങ്ങ്. ഉണ്ണി സഞ്ജുവിൻ്റെ കയ്യിൽ പിടിച്ചു. പെട്ടെന്ന് മിന്നുവിൻ്റെ തലയിൽ ഒരു ഐഡിയ തെളിഞ്ഞത്. അവൾ തേജുവിൻ്റെ കൈ പിടിച്ച് നേരെ അജിത്തിൻ്റെ അടുത്ത് ചെന്നു. ഹീസ് മൈ ബ്രദർ. ഇത് കേട്ട് കിളിപോയത് അജിത്തിൻ്റെ ആയിരുന്നു. എപ്പോ? അവൻ അന്തം വിട്ട് അവളെ നോക്കി. ഇന്നലെ രാത്രി 10 മണിക്ക്. മര്യാദയ്ക്ക് എൻ്റെ കൂടെ നിന്നോണം, ഇല്ലേ ഇഞ്ചക്ഷൻ വെച്ച് കൊല്ലും ഞാൻ. സേഫ്റ്റി ഫസ്റ്റ്. യെസ് ഡോക്ടർ, ഐ ആം ഹിയർ സിസ്റ്റർ. എന്ത്? ആ. അജു ശ്രീയെ നോക്കി. അവൾ കണ്ണുരുട്ടി കാട്ടിയതും അവൻ കുറച്ച് ഡീസൻ്റായി. എല്ലാവരോടും യാത്ര പറഞ്ഞ് തേജസ് ഇറങ്ങി. മീര ശ്വാസം ഒന്ന് നേരെ വിട്ട് അജിത്തിനെ നോക്കി. എന്ത് ബോർ അഭിനയമാണ് അജു ഏട്ടാ. നീ ഒന്ന് പോയടി. നിന്നെ എങ്ങാനും പെങ്ങളായി കിട്ടിയാൽ പോകുന്ന അടിയല്ല ഞാൻ ഇരന്ന് വാങ്ങേണ്ടി വരുമായിരുന്നു. എന്നാലും നിനക്ക് എവിടെന്നാടി ഇത്രയും പെട്ടെന്ന് ഐഡിയ ഒക്കെ വരുന്നേ? ഉണ്ണി ചിരിച്ചു. ഇതൊക്കെ എന്ത്? ഞാനേ കുറച്ച് വെള്ളം കുടിക്കട്ടെ, ദാഹിച്ചിട്ട് വയ്യ. ഇതും പറഞ്ഞവൾ ബാഗിൽ നിന്നും വെള്ളമെടുത്തു. അപ്പോഴേക്കും അപ്പു അവളുടെ അടുത്തേക്ക് വന്നു. ഇന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇപ്പോഴും ഇത് പറ്റുമോടാ? അറിയില്ലടാ, എന്തായാലും ഇന്ന് രക്ഷപ്പെട്ടു, ബാക്കി പിന്നെ നോക്കാം. ഇതും പറഞ്ഞ് അവൾ വെള്ളം കുടിക്കാൻ തുടങ്ങി. ചിവിടെ. സഞ്ജു ചെറു ചിരിയോടെ അവളെ നോക്കി. മിന്നു വായിലെ വെള്ളം പുറത്തേക്ക് തുപ്പി. കുറച്ച് വിക്കിയും പോയി. എന്നിട്ട് അയ്യോ എന്ന രീതിയിൽ കൈവച്ച് സഞ്ജുവിനെ നോക്കി. എന്ത്? അവൾ രൂക്ഷമായി നോക്കി. അതെ, ഇവിടെ ചീവീടൊന്നും ഇല്ലെന്ന് പറയായിരുന്നു. ഇല്ലടാ ഉണ്ണി. ശരിയാടാ സഞ്ജു, ഇവിടെ ചീവീടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവൻ ചിരി അടക്കി പിടിച്ചു. ദൈവമേ, എലിമടയിൽ നിന്ന് പുലിമടയിൽ വന്ന് പെട്ടല്ലോ. അയാളുടെ കൂടെ പോകുന്നതായിരുന്നു ഇതിലും നല്ലത്. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ആദ്യം ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാം. ഇത് ഓർത്ത് മിന്നു അപ്പുവിനെ നോക്കിയപ്പോൾ മുഖത്തെ വെള്ളം അവൾക്ക് നേരെ കുടഞ്ഞു. ഇടുപ്പിൽ കൈകുത്തി നിൽപ്പുണ്ട് കക്ഷി. ശ്രീയാണേൽ അപ്പുവിൻ്റെ അവസ്ഥ കണ്ടിട്ട് ചിരി കൺട്രോൾ ചെയ്യാൻ കഷ്ടപ്പെടുക. മിന്നുവിനെ ചിരി വന്നെങ്കിലും പരിസരം ശരിയല്ലാത്തതുകൊണ്ട് കടിച്ചു പിടിച്ചു. ഞാനെന്താ നിന്റെ വാഷ് ബേസിനോ? ഇത് കേട്ടതും കടിച്ചു പിടിച്ച ചിരി ശ്രീയുടെ വായിൽ നിന്നും വീണു. കൂടെ ബാക്കിയുള്ളവരും. അപ്പൂസേ, ട്രെറാവല്ലേ, ഞാൻ ടിഷ്യൂ തരാടാ ചക്കരെ. മിന്നു ബാഗിൽ നിന്ന് ടിഷ്യൂ എടുത്ത് അവളുടെ മുഖം തുടച്ചു. എന്നിട്ടും വയറിലമർത്തി പിടിച്ച് ചിരിക്കുന്ന ശ്രീയെ കൂർപ്പിച്ച് നോക്കി. അപ്പോൾ ശ്രീ അവളുടെ വായ്ക്ക് സിബിട്ടു. അപ്പോ എടാ, നമുക്കിവിടെ നിന്ന് പോവാടാ. കൊളക്കോഴിക്ക് മനസ്സിലായി. വാടാ പ്ലീസ്. അപ്പോൾ അപ്പു ബാഗ് എടുത്ത് ശ്രീയെ നോക്കി. പോകാമെന്ന് പറഞ്ഞു. മൂവരും എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകാനിറങ്ങി. പോകാനുള്ള തിരക്ക് മിന്നുവിനായതുകൊണ്ട് അവൾ ആദ്യം നടന്നു. സഞ്ജുവിനെന്ന് നോക്കിയത് പോലുമില്ല. വാതിലിൻ്റെ ഡോർ തുറക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് സഞ്ജു അവളുടെ കൈ തട്ടി വാതിലടിച്ച് കുറ്റിയിട്ടു. എന്നിട്ട് ഒരു കാൽ വാതിൽ ചാരി കൈകൾ രണ്ടും മുന്നിൽ കെട്ടി അവളെ നോക്കി. മിന്നുവും വിട്ടുകൊടുത്തില്ല. അവളും കൈകൾ കെട്ടി അവനെ രൂക്ഷമായി നോക്കി. മാറ്, ഞങ്ങൾക്ക് പോകണം. ഇല്ല എന്ന് അവൻ മുഖം വെട്ടിച്ച് കാണിച്ചു. സഞ്ജു ഏട്ടാ മാറിയിക്ക്, ഞങ്ങൾ പോട്ടെ. അപ്പോൾ മുന്നിൽ കയറി നിന്നു. അപ്പൂസേ, കുറേ നാളുകൾക്ക് ശേഷം കാണുവാണ് എൻ്റെ ചീവിടിനെ. ഒന്ന് കണ്ണ് നിറയെ കാണട്ടടാ. മോളെ, കൈവിട്ട് പോയി. ഇനി പിടി കൊടുത്തേരെ. എന്നെ കൊന്നാലും ഞാൻ പിടി കൊടുക്കൂല. ശ്രീ, ഉണ്ണേട്ടാ, നിങ്ങളുടെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമാണ് ഒന്നും ഇടാതെ നിൽക്കുന്നത്. മാറാൻ പറയളോട്. മിന്നു പുറകോട്ട് തിരിഞ്ഞ് ഉണ്ണിയെ നോക്കി. ഉണ്ണി മാറടാ എന്ന മുഖം കൊണ്ട് കാണിച്ചു. അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ഇല്ല കാട്ടി മുന്നിൽ നിന്ന് അപ്പുവിനെ മാറ്റി.
തനിക്ക് ചീവടിനെ കാണണമെങ്കിൽ വല്ല കാട്ടിലും പോയി നോക്ക്, അല്ലാതെ ഞങ്ങളെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല. വായ കോടിയിരിക്കുന്നതൊക്കെ മാറിയോ? ഇതും പറഞ്ഞ് അവളുടെ താടയിൽ പിടിച്ചിളക്കി. അവൾ ആ കൈ തട്ടിമാറ്റി. ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും. എന്താ ചന്തമറിയയുടെ സ്വഭാവം എടുക്കാനാണോ നീ? ധൈര്യമായിട്ട് എടുത്തോടാ ചീവിടെ, ഞാൻ കേട്ടോളാം. അപ്പു എല്ലാം കൈവിട്ട് പോയെന്ന് മുഖം കൊണ്ട് കാണിച്ചു. ശ്രീ ചിരിച്ച് പുറത്തു വരാതിരിക്കാൻ വാ മൂടി പിടിച്ചു. ചക്കുവേട്ടാ, നിങ്ങളുടെ ഫ്രണ്ടിനെ പെട്ടെന്ന് തന്നെ കുതിരവട്ടത്ത് കൊണ്ടുവയ്ക്കോ. ദേ എന്തൊക്കെയാ പിച്ചുമ്മയും പറയുന്നു. അത് എനിക്കും തോന്നുന്നുണ്ട്. അജി ചിരിച്ചു. എന്താ ചീവിടെ ഒരു പരിചയമില്ലാതെ പോലെ പെരുമാറുന്നേ? സഞ്ജു ചുണ്ടു പിളർത്തി അവളെ നോക്കി. ഞാൻ ആരുടെയും ചീവീടും കീവീടും ഒന്നുമല്ല, ചേട്ടൻ ആള് മാറിപ്പോയതാ. ഇതും പറഞ്ഞ് സഞ്ജുവിനെ നോക്കി മിന്നു വാതിൽ തുറന്നു. പിന്നെയും പുറകിൽ നിന്ന് ചീവീടെന്ന് വിളിച്ചപ്പോൾ ഇനി എന്നെ അങ്ങനെ വിളിച്ചോണ്ടല്ലോ. വിളിച്ചാ? സഞ്ജു പുരികം പൊക്കി. മിന്നു നിലത്തിട്ട് 2 ചവിട്ട് കൊടുത്തു. ഇറങ്ങിപ്പോയി. പുറകെ വാലുകളും. അതിനിടയിലും ശ്രീ അജുവിൻ്റെ ടാറ്റ കൊടുക്കാൻ മറന്നില്ല. അവനും കണ്ണടച്ച് കാണിച്ചു. എന്താ ശ്രീ നമ്മളിപ്പോൾ കണ്ടത്? വീണിടത്ത് കിടന്ന് ഉരുളുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് കണ്ടേ. രണ്ടും നിർത്തിക്കോ, എൻ്റെ തലയിൽ പുക വരുന്നുണ്ട്. അപ്പോഴാ ഫയർഫോഴ്സിനെ വിളിക്കണോ? മിന്നു. ശ്രീ ചിരിച്ചു. വേണ്ടടി, നമുക്ക് സഞ്ജുവേട്ടനെ വിളിക്കാം. ആക്കല്ലേ, ദേ രണ്ടും കേൾക്കാൻ പറയുക. എനിക്ക് അങ്ങനെ കണ്ണിന് കണ്ടൂടാ. ഇതും പറഞ്ഞ് കളിയാക്കാൻ നിൽക്കേണ്ട. സഞ്ജു ചിരിച്ചുകൊണ്ട് അജിത്തിൻ്റെ അടുത്ത് വന്നിരുന്നു. ഡാ, എനിക്ക് തോന്നുന്നു നിനക്ക് ആള് തെറ്റിയതാണെന്ന്. മിന്നു അല്ലടാ. ഉണ്ണിയും സഞ്ജുവിൻ്റെ അടുത്ത് വന്നിരുന്നു. നീ ഒന്നും മിണ്ടാതിരിക്കടാ, ഇത് നമ്മുടെ മിന്നു തന്നെയാണ് അല്ലടാ. അപ്പോഴും സഞ്ജു അവളെ ഓർത്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തേലും ഒന്ന് പറയടാ. അജിത്ത് അവൻ്റെ കാലുകൊണ്ട് സഞ്ജുവിനെ തൊഴിച്ചു. എന്നാൽ എല്ലാവരും കേട്ടോ, ആ മിന്നു തന്നെയാണ് എൻ്റെ ചീവീട്. അതിൽ ഒരു മാറ്റവും. എന്തോന്നോ, ദേ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഹൃദയവും പറഞ്ഞ് അവൾ എൻ്റെ ചീവീടാന്ന്. ആഹാ, കൊള്ളാലോ. ഇപ്പോൾ ഹൃദയവും സംസാരിക്കാൻ തുടങ്ങിയോ? ലോകത്തിൻ്റെ ഓരോ പോക്കേ. ചക്കു തലയിൽ കൈവച്ചു. അതേടാ, അവൾ വരുമ്പോൾ എൻ്റെ ഹൃദയമെടുപ്പ് കൂടും. ഹാർട്ട് പൊട്ടിപ്പോകുന്നത് പോലെ തോന്നും എന്ന് പറഞ്ഞവൻ ഇടനെഞ്ചിൽ കൈവച്ചു. എടാ പൊട്ടാ, നീ ആ പോയ സാധനത്തിനെ കണ്ടുപിടിക്കാനാണോ ഹെഡ്സെറ്റും വെക്കാതെ എല്ലായിടത്തും തപ്പിയിടുന്നത്? എൻ്റെ വീട്ടിലൊന്ന് വന്നാൽ പോരായിരുന്നു? ഞാൻ കാണിച്ചു തരില്ലായിരുന്നു? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടാ അല്ലേടാ ദാസ? അതേടാ വിജയ. അതും പറഞ്ഞ് ചക്കുവിനെ പിടിച്ച് സഞ്ജു വട്ടം കറക്കി. ഇതെന്താടാ? മിന്നു പറഞ്ഞതുപോലെ വൈകാതെ കുതിരവട്ടത്ത് ഒരു റൂം ബുക്ക് ചെയ്യണം. ഉണ്ണി അടുത്തേക്ക് അജിത്ത് നീങ്ങിയിരുന്നു. എൻ്റെ സന്തോഷം നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാൽ ഇനി മിന്നുവിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് വേണ്ട. കൊച്ചുപുരയ്ക്കൽ ജോർജിൻ്റെയും മരിയയുടെയും 2 മക്കളിൽ ഇളയവളാണ് മിന്നു, അതായത് മീര ജോർജ്. മൂത്തത് നമ്മുടെ അതേ സമപ്രായക്കാരനും എൻ്റെ കളിക്കൂട്ടുകാരനും ഉറ്റ ചങ്ങാതിയുമായ മനു എന്ന് വിളിക്കുന്ന മാനുവൽ ജോർജ്. മതിയടാ, അവളെ ഒന്ന് നേരിട്ട് കണ്ടല്ലോ. തുടർന്നുള്ള കഥയറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുക്കൂ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.